സാർ എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ സ്വദേശിയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ബയോട്ടോറിയം വളരെ സജീവമായിട്ട് ചെയ്തു വരുന്നു. മൊബൈൽ ഫോൺ സൈലന്റ് ആണോ? ഓക്കെ, ഇപ്പൊ എങ്ങനെയുണ്ട്? കറക്റ്റാണോ? ഒന്നൊരു ക്ലാസ് ചെയ്യാം. താങ്ക് യു. ഞാൻ 10 വർഷക്കാലം മെഡിക്കലിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലായിരുന്നു, ഫാർമ മേഖലയിലായിരുന്നു 10 വർഷം വർക്ക് ചെയ്തത്. അതിനുശേഷം 12 വർഷം ഫങ്ഷണൽ മെഡിസിൻ അഥവാ ഓർത്തോ മോളിക്കുലർ പ്രൊഡക്ട്സ് എന്ന് പറയും, ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിലാണ് വർക്ക് ചെയ്തത്. അങ്ങനെ 24 വർഷവുമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ബന്ധപ്പെട്ട് കിടന്നത് ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഹെൽത്ത് റിലേറ്റഡ് ആണ് എൻ്റെ ലൈഫിൻ്റെ വലിയൊരു ഭാഗം. ഭാഗ്യവശാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ബയോട്ടോറിയം ചെയ്യുന്നതും ഹെൽത്ത് റിലേറ്റഡ് ആണ്. ഒരുപാട് ആളുകളെ ബയോട്ടോറിയം എന്താണ്, ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് എന്താണ്, അതിന്റെ സവിശേഷത എന്താണ്, അതിന്റെ നന്മ എന്താണ്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഓരോ ദിവസവും ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് 1,00,000-ലധികം ആളുകളെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഈ സമയം കൊണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പൊ ഞാനും ഒരു അധ്യാപകനാണ്, ബയോട്ടോറിയത്തിലൊരു അധ്യാപകനാണ് ഞാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോജക്റ്റിലേക്ക് കിടക്കാം. ഒരുപാട് ആളുകൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. 2 കാര്യങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ, ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യന് ഏറ്റവും സന്തോഷം തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ആണോ? നമ്മൾ ആരോഗ്യത്തോടു കൂടി നമ്മൾ ഇരിക്കുന്ന സമയത്ത് അതൊരു വലിയ സന്തോഷം നമുക്ക് എപ്പോഴും തരും. ആരോഗ്യമില്ലെങ്കിൽ നമ്മുടെ എല്ലാ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ആരോഗ്യകരമായി ജീവിക്കാനുള്ള ഒരു വലിയ മേഖലയാണ് വെൽനസ് എന്ന് പറയുന്ന ഒരു മേഖല. അതൊരു ഇൻഡസ്ട്രിയാണ്. 1970-കൾ മുതൽ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യവസായമാണ് സത്യത്തിൽ വെൽനസ് എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമാണ് നമ്മുടെ കമ്പനിയും നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളും ഒക്കെ തന്നെ. അപ്പോൾ ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന നമ്മുടെ ഈ കമ്പനി കഴിഞ്ഞ 16 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബോംബെ ആസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ ലീഡിംഗ് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഈ ബയോട്ടോറിയം. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വിപണന രീതിയാണ്. ഓരോ ഉൽപ്പന്നങ്ങളും ഓരോ കമ്പനികളും വ്യത്യസ്തമായ രീതിയിലാണ് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കമ്പനി ഡയറക്ട് സെല്ലിംഗിലാണ് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ 10,000-കണക്കിന് വരുന്ന ഡയറക്ട് സെല്ലിംഗിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആദ്യത്തെ ഒരു 10 കമ്പനികളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിലൊരു കമ്പനിയായിട്ട് ഈ ബയോട്ടോറിയത്തിന് മാറാൻ പറ്റിയിട്ടുണ്ട്. അത് അതിന്റെ മാർക്കറ്റിംഗിന്റെ സവിശേഷത കൊണ്ടാണ്. കമ്പനിയുടെ ഹെഡ് ഓഫീസും ഫാക്ടറിയും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ബോംബെയിലാണ്. ബോംബെയിൽ മിറാറോഡ് ഈസ്റ്റിലാണ്, താനെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ 2 തവണ അവിടെ പോയിട്ടുണ്ട്. നമ്മുടെ ഓഫീസ് വിസിറ്റ് ചെയ്ത് എത്ര ആളുകൾ ഈ ഹോളിനകത്ത് ഇരിക്കുന്നുണ്ട് ഒന്ന് കൈകൂട്ടോ. ഇത് ഇത്രയും ആളുകളുണ്ട്, കൈ താത്തരുത്. ഇത്രയും ആളുകളുണ്ട്. പുതിയ ആളുകളൊന്ന് കാണുക. നമ്മുടെ ഓഫീസ് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട വ്യക്തികളാണ്. നല്ലൊരു ക്ലാപ്പ് അവർക്ക് കൊടുക്കാം. കാര്യം എന്താണെങ്കിൽ നമ്മൾ ഈ കമ്പനിയെ കുറിച്ച് പ്രൊഫൈലൊക്കെ പറയുന്ന സമയത്ത് പല ആളുകൾക്ക് ഒരു വിശ്വാസക്കുറവ് ഉണ്ടായിരിക്കും. ഇത് ഈ പറയുന്നതൊക്കെ ശരിയാണോ, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ഉറപ്പായിട്ടും ഉണ്ട്. വെൽ ഇൻഫ്രാസ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. കഴിഞ്ഞ 16 വർഷമായിട്ട് നമ്മുടെ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 2008-ലാണ് നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. 24 മണിക്കൂർ റൺ ചെയ്യുന്ന ഓഫീസാണ്. 300-ലധികം സ്റ്റാഫുകൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ 29 സ്റ്റേറ്റിലും നമ്മുടെ പ്രോഡക്റ്റിന്റെ സുസജ്ജമായിട്ടുള്ള അത് കിട്ടാനുള്ള സംവിധാനം നമ്മുടെ കമ്പനി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2022 ആയുഷ് കൊറോണ യോധ സർട്ടിഫിക്കേഷൻ കിട്ടിയ ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1400 കോടിയിലധികം ടേൺ ഓവർ ഉള്ള സെൻട്രൽ ഗവൺമെന്റും അതാത് സംസ്ഥാന ഗവൺമെന്റുകളും നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് നമ്മുടെ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കമ്പനിയുടെ MD ഡോക്ടർ സാഗർ ജോഷി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇദ്ദേഹമാണ് ഫൗണ്ടറും CMD-യും. ലേറ്റ് ഉണ്ടായിക്കോട്ടെ സാർ. സാഗർ ജോഷി അദ്ദേഹം ആൾറെഡി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഇന്ത്യയിലെ അപൂർവമായിട്ടാണെങ്കിൽ പോലും ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിക്ക് ഓൺ സോഫ്റ്റ്വെയറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബയോട്ടോറിയമാണ്. ഓൺ സോഫ്റ്റ്വെയറിലാണ് നമ്മുടെ കമ്പനിയുടെ എല്ലാ സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ മുഴുവൻ സർട്ടിഫിക്കേഷനുകളും എല്ലാ A to Z നമ്മുടെ കമ്പനി നേടിയെടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 100% ലീഗലായിട്ടുള്ള കമ്പനിയാണ്. 100% ലീഗലായിട്ടുള്ള കമ്പനിയാണ് ഈ ബയോട്ടോറിയം എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും. 2 യൂണിയൻ മിനിസ്ട്രികളുടെ റെക്കഗ്നേഷനും അവാർഡും നേടിയിട്ടുള്ള കമ്പനിയാണ് ഈ ബയോട്ടോറിയം. സെൻട്രൽ മിനിസ്ട്രി എന്നാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരുപാട് മിനിസ്ട്രികൾ ഉണ്ട് അല്ലെ? ധാരാളം മിനിസ്ട്രികൾ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. അതിൽ 2 മിനിസ്ട്രികളുടെ
റെക്കഗ്നേഷൻ അവാർഡ് ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഈ ബയോട്ടോറിയത്തിൽ കിട്ടിയിട്ടുണ്ട്. അതിലൊന്ന് MSME ആണ്, മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. രണ്ടാമത് മിനിസ്ട്രി ഓഫ് ആയുഷ് ആണ്. ആയുഷ് നമുക്കൊക്കെ അറിയാൻ പറ്റും. ആയുഷ് എന്ന് പറയുന്ന പേര് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? കേട്ടോ? ഉണ്ട്. കുറെ ആളുകളൊക്കെ ഉണ്ട് പറയുന്നുണ്ട്, ചില ആളുകൾ ആലോചിക്കുന്നുണ്ട്. ആയുഷ് എന്ന് പറഞ്ഞാൽ ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി തുടങ്ങുന്ന ആൾട്ടർനേറ്റീവ് മെഡിസിൻ ഓഫ് സിസ്റ്റം. ഇതിന്റെ ഏകോപനവും അതിലൂടെ മെച്ചപ്പെട്ട ആരോഗ്യം കൊടുക്കുക, നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകവും പാരമ്പര്യമായിട്ടുള്ള ചികിത്സാ രീതികളുടെ ഏകോപനവും അതിലൂടെ മെച്ചപ്പെട്ട ആരോഗ്യം കൊടുക്കുക എന്നുള്ള ഒരു ഉദാത്തമായ സങ്കല്പത്തിലാണ് മിനിസ്ട്രി ഓഫ് ആയുഷ് 2014 ആരംഭിക്കുന്നത്. ഇന്ന് അലോപ്പതി മെഡിസിൻ ഒഴികെയുള്ള ബാക്കിയുള്ള ചികിത്സാ ശാസ്ത്രങ്ങളൊക്കെ ഏതിന്റെ കീഴിലാണ്? ആയുഷിന്റെ കീഴിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആയുഷ് മിനിസ്ട്രിയുടെ ഒരു റെക്കഗ്നേഷൻ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? അല്ല. ഒരു നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. ആയുഷ് മിനിസ്ട്രിയുടെ ഒരു റെക്കഗ്നേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. MSME നമുക്ക് തന്നിട്ടുള്ളത് ബെസ്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവാർഡാണ്. ബെസ്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഏറ്റവും നല്ല വിപണന രീതി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് ആരാണ്? MSME ആണ്. അതിന് സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് മിനിസ്ട്രി ഓഫ് ആയുഷ് നമുക്ക് തന്നിട്ടുള്ളത് ആയുഷ് കൊറോണ യോധ എന്ന് പറയുന്ന ഒരു അവാർഡാണ്. എന്താണ്? ആയുഷ് കൊറോണ യോധ എന്ന് പറയുന്ന ഒരു അവാർഡാണ്. 2020 കൊറോണ വന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൽ കൊറോണയുടെ പേരിൽ മാത്രം മരിച്ചുപോയി. സ്വർണ്ണോ? കൊറോണ വന്നതിന്റെ പേരിൽ മാത്രം ലക്ഷക്കണക്കിന് ആളുകൾ ഈ ലോകത്തിൽ മരിച്ചുപോയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തും മരിച്ചു, നമ്മുടെ സംസ്ഥാനത്തും മരിച്ചു, നമ്മുടെ സമൂഹത്തിനകത്തും കുറെ ആളുകൾ മരിച്ചുപോയി. ഏത് കാരണത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ? കൊറോണ സമയത്തിൽ ഒരു പ്രത്യേക റീസണിലായിരുന്നു മരണസംഖ്യ ഏറ്റവും കൂടുതൽ കയറിപ്പോയത്. എന്തായിരുന്നു കോമൺ റീസൺ? ഓക്സിജൻ കിട്ടാത്തതാണോ? അല്ല. ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ നിലനിൽക്കേണ്ട ഒരു അളവുണ്ട്. എല്ലാവരുടെ ശരീരത്തിൽ ഓക്സിജൻ നിലനിൽക്കേണ്ട ഒരു അളവുണ്ട്. ആ അളവിന്റെ താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും മരിച്ചു പോകും. ആ വൈറസിന്റെ വ്യാപനത്തിന്റെ ഒരു വലിയൊരു പ്രശ്നമായിരുന്നത് ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് നമ്മുടെ പ്രോഡക്റ്റുകൾ ഇത്ര സജീവമല്ല, ഇത്രത്തോളം ജനകീയമല്ല, ആളുകൾക്ക് ഇത് അറിയുമായിരുന്നില്ല. എന്നിരുന്നാലും അന്ന് കുറെ ആളുകൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ധാരണയുടെയും വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഉപയോഗിച്ച ആളുകളിൽ ഓക്സിജന്റെ അളവ് കുറയാതെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചെടുക്കാൻ സഹായിച്ച ഒരു പ്രോഡക്റ്റ് എന്നുള്ള നിലയ്ക്കാണ് ഈ ബയോപ്രോഡക്റ്റിന്റെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റിന് മിനിസ്ട്രി ഓഫ് ആയുഷ് എന്ത് നൽകിയത്? ആയുഷ് കൊറോണ യോദ്ധാവ് എന്ന് പറയുന്ന ഒരു അവാർഡ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ പ്രോഡക്റ്റ് ഒരു ഗംഭീര പ്രോഡക്റ്റ് ആയിരിക്കില്ലേ? അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീവൻ രക്ഷാ ഉപകരണത്തിന്റെ പട്ടികയിൽ വരുത്താൻ കഴിയുന്ന, മനുഷ്യ ശരീരത്തിൽ ഓക്സിജന്റെ അളവിനെ ക്രമപ്പെടുത്തി നിർത്താൻ സഹായിക്കുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ബയോട്ടോറിയം മാർക്കറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന്, ആരോഗ്യ പരിപാലനത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 5 ഘടകങ്ങൾ അല്ലെങ്കിൽ 5 ബേസിക് നീഡ് ഓഫ് എ ഹ്യൂമൻ ബീയിങ് എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യന്റെ ജീവൻ ഈ ഭൂമിയിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ 5 തത്വങ്ങളെ ആസ്പദപ്പെടുത്തിയിട്ട് മാത്രമേ നിലനിൽപ്പ് സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. ഏതൊക്കെയാണ് 5 ഘടകങ്ങൾ? ഒന്ന് പറയോ? ഒന്നോർക്കെ പറയൂ. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞോളൂ. വായു, വെള്ളം, ഭക്ഷണം, സൂര്യപ്രകാശം, പിന്നെ മാഗ്നറ്റിക് എനർജി. നമ്മൾ പറയാറുണ്ട് മനുഷ്യൻ പഞ്ചഭൂത നിർമ്മിതമാണ് എന്ന് പറയാറുണ്ടോ? പഞ്ചഭൂതാത്മകമാണ് എന്ന് പറയാറുണ്ട്. പഞ്ചഭൂത സിദ്ധാന്തം, പഞ്ചതത്വങ്ങൾ എന്ന് പറയാറുണ്ട്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇതിൽ നിന്നാണ് മനുഷ്യന്റെ പിറവി. ഇതിലാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത്. ഇതിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്, ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൃഷ്ടി, സ്ഥിതി, ലയം, ഈ 5 ഘടകങ്ങളെ ആസ്പദപ്പെടുത്തിയിട്ടുണ്ട്. ഓക്സിജൻ എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ? ജീവന് പ്രാണവായു എന്നാണ് പറയാറ്. ആണോ? അപ്പൊ ഓക്സിജൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യൻ എത്ര മണിക്കൂർ ജീവിക്കും? ഒരാൾക്ക് ഓക്സിജൻ കിട്ടുന്നില്ല, എത്ര മണിക്കൂർ ജീവിക്കും? 8 മണിക്കൂർ. എത്ര മണിക്കൂർ? 3 to 5 minutes. ആണോ? ഒരാളുകൾക്ക് വിശ്വാസമല്ല, അതൊന്നല്ല, അതിലപ്പുറം ജീവിക്കുന്നതാണ്. അപ്പൊ 5 മിനിറ്റിലപ്പുറം ഒരാൾക്ക് നിലനിൽപ്പ് സാധ്യത, മരിച്ചു പോകും. അത്രത്തോളം നമ്മുടെ ജീവന്റെ രഹസ്യങ്ങളിൽ ഒന്നാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അതിന്റെ സഞ്ചാരം നമ്മുടെ ശരീരത്തിലെ എല്ലാ സെല്ലുകളിലേക്കും കൃത്യമായി എത്തിക്കൊണ്ടിരിക്കണം. ആണല്ലോ? പ്രാണവായു കിട്ടിക്കൊണ്ടിരിക്കണം. രണ്ടാമത് വെള്ളം കിട്ടിയില്ലെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ജീവിക്കും, അത് കഴിഞ്ഞാൽ മരിച്ചു പോകും. വെള്ളം നമ്മുടെ ശരീരത്തിൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. മറ്റൊന്നുള്ളത് ഭക്ഷണമാണ്. ആണോ? ഭക്ഷണം കഴിക്കാറില്ലേ? എത്ര നേരം കഴിക്കും? എത്ര നേരം? 5.
3 നേരം 5 നേരം 4 നേരം പല പല റേഷ്യോയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാനായിട്ട് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്, അങ്ങനെയില്ലേ? അതൊരു ജന്മ സാഫല്യമായിട്ട് എടുത്ത ആൾക്കാരാണ് ആ ഭക്ഷണം കഴിക്കാനായിട്ട്. അങ്ങനെയല്ല, നമ്മുടെ ശരീരത്തിന്റെ ജീവൻ, സെല്ലുകളുടെ ജീവൻ നിലനിൽക്കാൻ ന്യൂട്രീഷൻ ആവശ്യമാണ്. സ്വർണം ന്യൂട്രീഷൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഭക്ഷണത്താണ്. അതുകൊണ്ടാണ് പോഷകങ്ങൾ കഴിക്കണം, സമീകൃതാഹാരം കഴിക്കണം എന്നൊക്കെ പറയാറില്ലേ? ജീവകങ്ങൾ, ധാതുക്കൾ, ഇങ്ങനെയുള്ള കുറെ ഘടകങ്ങളുടെ ഇതൊക്കെ ഭക്ഷണത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത്. ഇതൊക്കെ സെല്ലുകളുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നു, ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പൊ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് സംഭവിക്കും, കുറച്ചു കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഡെഡായി പോകും എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത് സൂര്യപ്രകാശമാണ്. സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നല്ല, എല്ലാ ജന്തു ജീവജാലങ്ങൾക്കും ചെടികൾക്കും ഒക്കെ തന്നെ ഊർജം കൊടുക്കുന്ന ഒരു എനർജി സോഴ്സ് ആണ് സൂര്യൻ, ആണല്ലോ. അതില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, ഈ ഭൂമിയിൽ ഒരു സാധനം ഉണ്ടായിരിക്കില്ല. അതും നമുക്ക് ആവശ്യമാണ്. മറ്റൊന്നുള്ളതാണ് മാഗ്നറ്റിക് എനർജി. എവിടെ നിന്ന് കിട്ടുന്നു? ഭൂമിയിൽ നിന്ന് കിട്ടുന്നു. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ആ ഭൂമി നമുക്ക് എന്ത് തരുന്നു? ഭൂമി നമ്മുടെ ജീവനെ എങ്ങനെ സ്വാധീനിക്കുന്നു, നമ്മുടെ ആ ജീവന്റെ രഹസ്യത്തിൽ എന്ത് പങ്കാണ് ഭൂമി വഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഓക്സിജൻ ഒക്കെ, വെള്ളം ഒക്കെ, ഭക്ഷണം ഒക്കെ, സൂര്യപ്രകാശം ഒക്കെ. ഭൂമി നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു, നമ്മുടെ ജീവനെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും എന്ന് ചോദിച്ചാൽ എന്ത് പറയും? സാറേ, എന്താ പേരെന്താ? ഇഷാ സാറേ. ഭൂമി നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു, ജീവനെ? നമ്മളതിനെ കുറിച്ച് കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. ഭൂമി ഒരു മാഗ്നറ്റ് ആണ്, അതറിയോ? ആണ്. ഭൂമിക്ക് ഒരു നോർത്ത് പോളും, പറയും, ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉണ്ട്. ഇതിൽ നിന്ന് എല്ലാ സമയത്തും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസി എനർജി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പഠിച്ചിട്ടുണ്ടോ? 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ മാഗ്നറ്റിക് ഫ്രീക്വൻസി നമ്മളെ സ്വാധീനിച്ച്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസിയാണ് ഇത് നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യൻ ഒഴികെയുള്ള എല്ലാ ജന്തു ജീവജാലങ്ങളും മണ്ണുമായി സമ്പർക്കത്തിലുള്ളവയാണ്, ആണല്ലോ. ഉണ്ട്. ഭൂമിയിൽ നിന്ന് നേരിട്ട് കിട്ടേണ്ട എനർജിയാണ് മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത്. ക്ലിയർ? ഭൂമിയിൽ നിന്ന് നേരിട്ട് മനുഷ്യനിലേക്ക്, ജന്തു ജീവജാലങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് അതിന് ശോഷണം സംഭവിച്ചിരിക്കുന്നു, കുറവ് സംഭവിച്ചിരിക്കുന്നു. ബിക്കോസ് എന്താ റീസൺ? എന്താ അതിന്റെ കാരണം? എന്തുകൊണ്ട് നമുക്ക് നേരിട്ടിട്ട് മാഗ്നറ്റിക് എനർജി നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നില്ല, നേരിട്ട് കിട്ടുന്നില്ല? അത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ചെരുപ്പാണ്. നമ്മൾ ചെരുപ്പും ഷൂസൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് കൂടിയിട്ട് കിട്ടുന്നില്ല, കിട്ടുന്നൊക്കെ ഉണ്ട്, പക്ഷെ നേരിട്ട് കിട്ടുന്നതിന്റെ അളവ് കുറഞ്ഞു. ഇത് നമ്മുടെ ശരീരത്തിലെ ബയോ ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ സംവിധാനത്തെ താറുമാറിലാക്കുന്നു, എർത്തിങ്ങിനെ താറുമാറിലാക്കുന്നു. മാഗ്നറ്റിക് ഫ്രീക്വൻസി നമ്മുടെ ശരീരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് സെല്ലുകളുടെ ഫോർമേഷൻ, സെല്ലുകളുടെ റെജുവിനേഷൻ, സെല്ലുകളുടെ ഡിവിഷനിങ് ഇതെല്ലാം തന്നെ നടക്കണമെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് എനർജി വേണം. കാരണം നമ്മുടെ സെല്ലുകൾക്ക് ഒരു നോർത്ത് പോളും സൗത്ത് പോളും, അതിനൊരു കാന്തിക പ്രഭാവവും ഒരു കാന്തിക ക്ഷേത്രവും ഉണ്ട് എന്നുള്ളതാണ്. ഇത് എപ്പോഴും നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ കുറവ് വന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന സെല്ലുകളുടെ റിജുവിനേഷനും ഫോർമേഷനും അതുപോലെ ഡിവിഷനിങ്ങും ഒക്കെ തന്നെ കുറവ് വരും. അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഡോക്ടർ പ്രൊഫസർ വിവേകാനന്ദൻ 34 വർഷക്കാലം കുട്ടികളെ ഫിസിക്സ് പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപകനാണ്. അദ്ദേഹം ലോകത്തിന് മുമ്പ് വിളിച്ചു പറയാൻ ധൈര്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ കാണുന്ന ഒരു പത്ര റിപ്പോർട്ടിലൂടെ വന്നിട്ടുള്ളത്. എന്താണ് ആ റിപ്പോർട്ട്? എന്താണ്? പാദരക്ഷകൾ ഏറ്റവും വലിയ ദോഷകരമായ കണ്ടുപിടുത്തം എന്നാണ്. മനുഷ്യന് ഒരുപാട് നല്ല കണ്ടുപിടുത്തങ്ങളും ദോഷകരമായ കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുണ്ട്. ഉണ്ടോ? ദോഷകരമായ കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെയാണ്? വേറൊന്നും കിട്ടിയില്ല. ആറ്റം ബോംബ് അടക്കമുള്ള സംഭവങ്ങളൊക്കെ ദോഷകരമായ കണ്ടുപിടുത്തങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ ദോഷകരമാണ് അത്ര എന്ത് കണ്ടുപിടിച്ചത്? ചെരുപ്പ് കണ്ടുപിടിച്ചത്. കാരണം മനുഷ്യ ശരീരത്തിലേക്ക് നേരിട്ട് കിട്ടേണ്ട എനർജിയെ എന്ത് ചെയ്തു? ബ്ലോക്ക് ചെയ്തു എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് 120 വയസ്സ് വരെയൊക്കെ ജീവിക്കേണ്ട മനുഷ്യന്റെ ആയുസ് എത്രയാണ്? പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള ആയുസ് എന്ന് പറയുന്നത് 120 ആണ്. ഇപ്പൊ എത്രയല്ല ജീവിക്കുന്നത്? ആവറേജ് ആയുസ് എത്രയല്ല പോയിക്കൊണ്ടിരിക്കുന്നത്? 60 പറഞ്ഞ് പേടിപ്പിക്കല, 50 ആയി ഇപ്പൊ തന്നെ. അപ്പൊ നമ്മുടെ ഇന്ത്യക്കാരുടെ ആവറേജ് ആയുസ് എന്ന് പറയുന്നത് 68.24 ആണ്. ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം അത് 2 വീണ്ടും കുറഞ്ഞു എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. എന്തായാലും നമ്മുടെ കയ്യിലെ പകുതിയിൽ ഏകദേശം വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മറക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ശാസ്ത്രം ഒരുപാട് വളർന്നു, സയൻസ് ഒരുപാട് വളർന്നു, ആണോ? അല്ലെ? ഇതൊക്കെ ഒരുപാട് വളർന്നെങ്കിൽ പോലും മനുഷ്യന്റെ ആരോഗ്യവും മനുഷ്യന്റെ ആയുസ്സും ക്രമമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരിയാണോ? ശരിയാണ്. അങ്ങനെ വരുമ്പോഴാണ് പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ വീണ്ടും ഒരു സംവേദനത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുന്നത്. ഈ കാണുന്ന ചിത്രത്തിൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 10-70
നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ഒരു 80-90 വയസ്സ് വരെയൊക്കെ പണിയെടുത്ത് ജീവിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ സാറേ? 90 അല്ലെ 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരുന്ന ജനത ഇവിടെ ഉണ്ടായിരുന്നില്ലേ? നമുക്കൊക്കെ അറിയാൻ പറ്റും. അടുത്ത തലമുറയ്ക്ക് ഈ കുട്ടികൾക്ക് വളർന്നു വരുന്ന സമയത്ത് 100 വയസ്സുള്ള ആളെ കാണാൻ പറ്റും? അല്ലല്ലോ, കാണാൻ കഴിയാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. കാരണം എന്താണെങ്കിൽ ഈ മണ്ണുമായിട്ടുള്ള മനുഷ്യന്റെ ബന്ധം വിച്ഛേദിച്ചു എന്നുള്ളതാണ്. ഇനി അതിലേക്ക് തിരിച്ചുപോക്ക് സാധ്യമല്ല. എല്ലാവരോടും ചെരുപ്പൊക്കെ ഒഴിവാക്കി, ഷൂ ഒക്കെ ഒഴിവാക്കി, RK സാർ പറഞ്ഞു ഇനി മണ്ണിലൂടെ നടക്കാൻ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ആളുകൾ ചെയ്യും? ആരും ചെയ്യൂല അല്ലെ? ഞാനിങ്ങനെ ക്ലാസ് എടുത്ത് ഞാൻ പോവാന്നല്ലാതെ ഞാനും ഷൂട്ടിടാൻ നിൽക്കണം. അപ്പൊ എന്ത് ചെയ്യും? ഈ മാഗ്നറ്റിക് എനർജിയുടെ കുറവിനെ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ബയോമാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പി. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയിട്ടുള്ള തെറാപ്പിയല്ല, നൂറ്റാണ്ടുകളായിട്ട് മാഗ്നറ്റിക് തെറാപ്പി ലോകത്തിലുണ്ട്. നിങ്ങൾക്ക് മാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ച് 100 ആയിരക്കണക്കിന് പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വായിക്കാൻ പറ്റും. പുസ്തകങ്ങൾ, അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് വെബ്സൈറ്റ് ലിങ്കുകൾ നിങ്ങൾക്ക് ഇതിലൂടെ സെർച്ച് ചെയ്യാൻ പറ്റും. മാഗ്നറ്റിക് തെറാപ്പി ഒരു നാച്ചുറൽ ഹീലിംഗ് സപ്പോർട്ടിംഗ് തെറാപ്പി സിസ്റ്റമാണ്. നോൺ ഇൻവാസീവ് തെറാപ്പി സിസ്റ്റമാണ്. ഒരു തരത്തിലും സൈഡ് എഫക്റ്റുകളില്ല, ഒരു കോൺട്രാ ഇൻഡിക്കേഷനും നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നില്ല. ഇത് നമ്മുടെ ശരീരത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ശരീരമായി ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്ത് 2 ഫംഗ്ഷൻ നടക്കും. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റത്തെ പ്രോപ്പർ ആക്കാൻ വേണ്ടി ഇത് സഹായിക്കും. സെല്ലുകളെ റെജുവിനേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. സെല്ലുകളെ ഹെൽത്തി ആക്കാൻ വേണ്ടി സഹായിക്കും. ബൈ ഡിഫോൾട്ട് നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവിനെ ക്രമപ്പെടുത്താൻ സഹായിക്കും. ഈ 2 ഫംഗ്ഷൻ ചെയ്യുന്നതോടുകൂടി ശരീരത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള വ്യാധികൾക്ക് കാരണമാകുന്ന ഡിസോർഡറുകൾ, ഡിസ്ഫങ്ഷനുകൾ, ഡിസീസിലേക്ക് നയിക്കുന്ന കാരണങ്ങളെ പതിയെ പതിയെ നമ്മുടെ ശരീരം തന്നെ എന്ത് ചെയ്യും? മാറ്റിയെടുക്കാൻ സഹായിക്കും. നമ്മുടെ ശരീരത്തിന് എല്ലാത്തിനെയും റിക്കവർ ചെയ്യാനുള്ള ഒരു ശേഷി ഉണ്ടോ? ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ എല്ലാ മുറിവുകളും ഗുളിക കഴിച്ചിട്ടാണ് ഉണങ്ങാറ്? അല്ല. ശരീരത്തിന് എന്തുണ്ട്? അതിനെ അതിജീവിക്കാനും മാറ്റിയെടുക്കാനുള്ള ഒരു ശേഷിയുണ്ട്, ഒരു ഹീലിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഈ ഹീലിംഗ് കപ്പാസിറ്റിയെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മാഗ്നറ്റിക് തെറാപ്പി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വേൾഡില് ജപ്പാൻ, കൊറിയ, ചൈന പോലുള്ള രാജ്യങ്ങളാണ്. ഏതൊക്കെയാണ്? ജപ്പാൻ, ചൈന, കൊറിയ പോലുള്ള രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് തെറാപ്പി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ജപ്പാൻ, ചൈന, കൊറിയ പോലുള്ള രാജ്യങ്ങൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ് പ്രത്യേകത അറിയോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ജനതയുള്ള രാജ്യങ്ങളാണ് ഈ ജനത. ഇന്നും ജപ്പാനിലുള്ള ആളുകളുടെ ഏവറേജ് ആയുസ് എബോവ് 90 ആണ്. എത്ര? 90-ലധികമാണ് ഏവറേജ് ആയുസ്. ഇന്ത്യക്കാരുടെ ഏവറേജ് ആയുസ് 68.24 വന്നു നിൽക്കുന്നത്. എന്തുകൊണ്ട് ഈ ഒരു വ്യത്യാസം വന്നു എന്നെങ്കിൽ അവരവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് അവരുടെ പൈതൃകമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങളെയാണ്. മാഗ്നറ്റിക് തെറാപ്പി പോലുള്ള ആൾട്ടർനേറ്റീവ് സംവിധാനങ്ങളെയാണ്. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ഏതാണ്? ഏറ്റവും കൂടുതൽ ഏത് ഗുളിക? അലോപ്പതി മെഡിസിൻ, മോഡേൺ മെഡിസിൻ ആണ് ഉപയോഗിക്കുന്നത്. രാസൌഷധങ്ങളാണ് ഇത്, കെമിക്കൽ കോമ്പൗണ്ടുകളാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് മെഡിസിൻ യൂസ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അറിയാം. പക്ഷെ നിവൃത്തി കേട്ടുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വരുമ്പോൾ ശരീരത്തിൽ ഡാമേജ് കൂടാനുള്ള ചാൻസ് ഇല്ലേ? ഉണ്ട്. 10 വർഷക്കാലം ഞാനും അതിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കത് അറിയാൻ പറ്റും. ഒരുപാട് സൈഡ് എഫക്റ്റുകൾ അതിന്റെ പേരിലുണ്ട്. എന്നാൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല പല ആളുകളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകമായിട്ടുള്ള ചികിത്സാ രീതി ഏതാണ്? നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകമായിട്ടുള്ള പാരമ്പര്യമായ ചികിത്സാ രീതി ഏതാണ്? ആയുർവേദമാണ്. അത് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അതാണ് ഇപ്പൊ കാര്യമായിട്ടൊന്നും ആരും യൂസ് ചെയ്യാറില്ല. കോസ്റ്റ്ലി ആണ്. അതിന്റെ കുറെ വിഷയങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് മാഗ്നറ്റിക് തെറാപ്പി ഇന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച ഒരു ചികിത്സാ ശാസ്ത്രമാണ്. മനസ്സിലായോ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച ഒരു ചികിത്സാ രീതിയാണ് മാഗ്നറ്റിക് തെറാപ്പി. ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് ആയുഷ് അത് നിയമപരമായിട്ട് നാച്ചുറോപ്പതിയുടെ ഭാഗമായി അംഗീകരിച്ചിട്ടുണ്ട്. ഏതിന്റെ ഭാഗമാണ്? നാച്ചുറോപ്പതി എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതി ചികിത്സ. പ്രകൃതി ചികിത്സയുടെ ഒരു പ്രത്യേകത എന്താണ് പ്രകൃതി ചികിത്സയുടെ പ്രത്യേകത സാറേ? അതിന്റെ സൈഡ് എഫക്റ്റ് ഇല്ല. പ്രകൃതി ജീവനം എന്നാണ് പറയുന്നത്. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്ന് പറയുന്നത്. അതിനെന്തില്ല? സൈഡ് എഫക്ട്. അതിന്റെ ഭാഗമാണ് മാഗ്നറ്റിക് തെറാപ്പി. അപ്പൊ അതിന് സൈഡ് എഫക്ട് ഉണ്ടാവോ? ഇല്ല, ഒരു സൈഡ് എഫക്റ്റും ഇല്ല. 0 സൈഡ് എഫക്റ്റ് ആണ് ഇതിനെ പറയുന്നത്. 99% causes of disease and disorders or any type of dysfunctions only due to lack of blood circulation and oxygen level എന്നാണ് WHO പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന രോഗങ്ങളുടെ 3 തരത്തിലാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന് നമുക്ക് ബോൺ ഡിസീസ് എന്ന് പറയും, ജന്മനാ ഉണ്ടാകുന്ന രോഗങ്ങൾ. ക്ലിയർ? അങ്ങനെ കുറച്ച് രോഗങ്ങളില്ലേ? ജനിതക രോഗങ്ങൾ എന്ന് പറയും, പാരമ്പര്യ രോഗങ്ങൾ എന്ന് പറയും. ചെറിയൊരു ശതമാനം ആളുകൾ അത് അനുഭവിക്കുന്നവരാണ്. രണ്ടാമത്തത് കണ്ടേജിയസ് ഡിസീസ് എന്ന് പറയും, പകർച്ചവ്യാധികൾ എന്ന് പറയും. ആണോ? സാംക്രമിക രോഗങ്ങൾ എന്ന് പറയും. അതിനെന്തുണ്ട്? അതൊരു സീസണാണ്. അതിങ്ങനെ വന്നു പോകും. ആണോ? കൊറോണ വന്നു പോയില്ലേ? ആണോ?
ഈ സാംക്രമിക രോഗങ്ങൾ സ്ഥായിയായിട്ട് നിലനിൽക്കില്ല, വന്നു പോകും. ക്ലിയർ? ഇതും ആളുകളെ ബാധിക്കുന്നുണ്ട്. അതിനൊരു വേവ്സ് ആണ്, അതിനൊരു കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, അതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്? എന്താ ലൈഫ് സ്റ്റൈൽ ഡിസീസ്? ജീവിതശൈലി രോഗങ്ങൾ. എന്താ ജീവിതശൈലി രോഗങ്ങൾ? ലൈഫ് സ്റ്റൈൽ ഡിസീസ്. എന്താ ലൈഫ് സ്റ്റൈൽ ഡിസീസ്? ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ സ്വയം സംജാതമാവുകയും അയാൾ മാത്രം അനുഭവിക്കുകയും അയാളുടെ മരണം വരെ നിലനിൽക്കുകയും ചെയ്യുന്ന ഡിസോർഡറുകളെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. ജീവിത ശൈലി രോഗങ്ങൾ. അതിന്റെ കാരണക്കാരനാരാണ്? നമ്മൾ തന്നെയാണ്. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ എന്ത് സംഭവിക്കാം? ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ നമുക്ക് ഉണ്ടാകാം. ലൈഫ് സ്റ്റൈൽ ഡിസീസിലെ പ്രധാനപ്പെട്ട വില്ലന്മാർ ആരൊക്കെയാണ്? ആരൊക്കെയാണ് വില്ലന്മാർ ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ? പറയൂ. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ബ്ലോക്ക്, വെരിക്കോസ് വെയിൻ, മൈഗ്രെയിൻ, യൂറിക് ആസിഡ്, തൈറോയിഡ്, അൾസർ, പിന്നെ ഹോർമോൺ ഇംബാലൻസ്, പിന്നെ സോറിയാസിസ്, പിന്നെ ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പേരിട്ട് വിളിക്കാൻ പറ്റുന്ന ഡിസോർഡറുകൾ ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. ഇതിനൊരു കാരണം ഉണ്ടാകില്ലേ? എന്തെങ്കിലും ഒരു ഹേതുവില്ലാതെ ഒരു സാധനം സംഭവിക്കുമോ? അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ കാരണമുണ്ടാകും. ആ കാരണമാണ് WHO പറയുന്നത് 99% നമ്മുടെ ശരീരത്തിൽ ഡിസോർഡറുകൾ, ഡിസ്ഫങ്ഷനുകൾ ഡിസീസിലേക്ക് പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിൽ കൃത്യമായി നടക്കേണ്ട ശരീരത്തിലെ 11 സിസ്റ്റങ്ങളിലെ പ്രധാനപ്പെട്ട സിസ്റ്റമാണ് സർക്കുലേറ്ററി സിസ്റ്റം അഥവാ രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിന് വരുന്ന തകരാറുകളോ ശരീരത്തിൽ നിലനിൽക്കേണ്ടതായ ഓക്സിജന്റെ അളവിൽ വരുന്ന കുറവോ, ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ സംഭവം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് ഇതിന്റെ അടിസ്ഥാനപരമായി പറയുന്നത്. മനസ്സിലായോ? നമുക്ക് സ്പീഡിലാണോ പോകുന്നത്? അപ്പൊ മാക്സിമം നിങ്ങളത് ഗ്രാബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആരെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യണം. അപ്പോ ഈ ശരീരത്തിൻ്റെ 99% പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 2 പ്രോബ്ലത്തെ അവസാനിപ്പിച്ച പോലെ. എന്താ 2 പ്രോബ്ലം? സർക്കുലേറ്ററി സിസ്റ്റത്തിൽ വരുന്ന പോരായ്മ, രക്തപര്യന വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന തകരാറുകൾ, 2 ശരീരത്തിൽ ഓക്സിജന്റെ അളവ് ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ. ഇത് 2ഉം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ശരീരം ഹെൽത്തി ആയിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോ ഈ രക്തചംക്രമണ വ്യവസ്ഥയുടെ പ്രത്യേകത എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാലാണ് ഈ പ്രോഡക്റ്റിന്റെ ഒരു ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റമാണ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം എന്താണെങ്കിൽ ശരീരത്തിലെ കോടാനുകോടി വരുന്ന ജീവകോശങ്ങൾക്ക് ഓക്സിജൻ, ന്യൂട്രീഷൻ, വാട്ടർ, ഈ പോലുള്ള എലമെന്റ്സുകളെല്ലാം, എസെൻഷ്യൽ ന്യൂട്രിയൻസുകളെല്ലാം തന്നെ വിത്ത് ഓക്സിജൻ അടക്കം എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? ബ്ലഡ് ആണ്. ബ്ലഡിനകത്താണ് ഇതെല്ലാം ഡിസോൾവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഓക്സിജൻ ഡിസോൾവ് ചെയ്യപ്പെട്ടത് ബ്ലഡിനകത്താണ്. ഹീമോഗ്ലോബിൻ, അയൺ, ഹീം എന്ന് പറഞ്ഞാൽ അയൺ ആണ് ഓക്സിജനെ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഹീമോഗ്ലോബിൻ ഒരു പ്രോട്ടീനാണ്. ഈ ഹീമോഗ്ലോബിനാണ് ശരീരത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഓക്സിജൻ എത്തിച്ചു കൊടുക്കുന്നത്, സെല്ലുകൾക്ക് ഓക്സിജൻ എത്തിച്ചു കൊടുക്കുന്നത്. സെല്ലുകൾക്ക് ഓക്സിജൻ, ന്യൂട്രീഷൻ, വാട്ടർ കിട്ടുന്ന സമയത്താണ് സെല്ലുകൾ ആക്റ്റീവ് ആവുകയുള്ളൂ. ആണോ? ഓക്സിജൻ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ സെല്ലുകൾ ഇനാക്റ്റീവ് ആവുകയോ ഡെഡ് ആവുകയോ അല്ലെങ്കിൽ ഘടനാപരമായ വ്യതിയാനങ്ങൾക്ക് വിധേയമാവുകയോ ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദോഷം ചെയ്യുന്നു, ഡിസോർഡറിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരീരത്തിലെ ജീവനെ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള ഈ പറഞ്ഞ ഘടകങ്ങളെ മുഴുവൻ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനമാണ് സർക്കുലേറ്ററി സിസ്റ്റം, ബ്ലഡ്. അതിന് പോരായ്മ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് എത്തിച്ചു കൊടുക്കുന്നത് മുടങ്ങും, സപ്ലൈ കിട്ടുന്നത് മുടങ്ങും. സപ്ലൈ കിട്ടാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലുകൾ എന്ത് സംഭവിക്കും? ഒന്നുകിൽ ഇനാക്റ്റീവ് ആകും, അതല്ലെങ്കിൽ ഘടന മാറും, അതല്ലെങ്കിൽ ഡെഡ് ആകും. ഇതാണ് സംഭവിക്കുന്നത്. ഹെൽത്തി സെൽ ഈസ് ഈക്വൽ ടു ഹെൽത്തി ഓർഗാൻ, ഹെൽത്തി ഓർഗാൻ ഈസ് ഈക്വൽ ടു ഹെൽത്തി സിസ്റ്റം, ഹെൽത്തി സിസ്റ്റം ഈസ് ഈക്വൽ ടു ഹെൽത്തി ബോഡി. ക്ലിയർ? അപ്പൊ ഇതിന് അടിസ്ഥാനപരമായി എവിടെ മാറണം? എവിടെ ഹെൽത്ത് കൊടുക്കണം? പറയൂ. സെല്ലുകൾക്ക് ഹെൽത്തി കൊടുക്കണം, ആണല്ലോ. അത് ഈ സെല്ലുകളെ ഹെൽത്തി ആയിട്ട് നിലനിർത്തുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഈ പറഞ്ഞ ഓക്സിജൻ, ന്യൂട്രീഷൻ, വാട്ടർ, ഇതുപോലെ എലമെന്റ്സുകൾ, ആക്ടിവിറ്റികൾ, ഹോർമോൺസുകൾ, ഇതെല്ലാം ഏത് ഡിസോൾവ് ചെയ്യുന്നു? ബ്ലഡിൽ ഡിസോൾവ് ചെയ്യുന്നു. ഈ ബ്ലഡിന്റെ സംക്രമണത്തിൽ പോരായ്മ വന്നാൽ എത്തുന്നത് പറയും. ഇപ്പൊ പിടികിട്ടിയോ? ഇനി എളുപ്പമുണ്ട് നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്ന് പറയാം. ഇത് നമുക്ക് മനസ്സിലാക്കണം. ഈ സയൻസ് അറിയാത്തതുകൊണ്ടാണ് പല ആളുകൾക്കും ഈ പ്രോഡക്റ്റിന്റെ മഹത്വം എന്താണെന്ന് തിരിച്ചറിയാതെ പോകുന്നത്. ആണോ? ചില ആളുകൾ ചോദിക്കാറുണ്ട്, നമ്മൾ മാഗ്നറ്റിക് മാട്രസ് പാഡ് ആണല്ലോ വെക്കുന്നത്, അല്ലേ? കയ്യിൽ കെട്ടുന്ന റിസ്റ്റ് ബാൻഡ്, വാട്ടർ എനർജി പാഡ്, ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഒരു മാട്രസ് പാഡിൽ കിടന്നാൽ എങ്ങനെ രോഗം മാറും?
നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഹേ എന്നൊക്കെയാണ് പല ആളുകളും ചോദിക്കുന്നത്. ഈ പറയുന്ന മഹാന്റെ ശരീരത്തിലും ബ്ലഡിന്റെ സർക്കുലേഷൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ആൾ മരിച്ചു പോകും. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്നത് ബ്ലഡ് റിലേറ്റഡ് ഡിസീസുകളാണ്. ആണോ? രക്തചംക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ഫ്രസ്ട്രേറ്റഡ് ആണ്. ആണോ? അറ്റാക്ക്, ബ്ലോക്ക്, സ്ട്രോക്ക് ഇതൊക്കെ ബ്ലഡ് റിലേറ്റഡ് ആണ്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളും ബ്ലഡ് റിലേറ്റഡ് ആണ്. അപ്പൊ അതിന്റെ ചംക്രമണം പ്രോപ്പർ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അടുത്ത കാലത്തായിട്ട് ഡോക്ടർ പാർലെ പേറ്റർല എന്ന് പറയുന്ന ഒരു ലേഡി ഡോക്ടറാണ്, ഇമ്മ്യൂണോളജിസ്റ്റ് ആണ്. അവര് അമേരിക്കയിലെ നവേദ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവര് വളരെ ഫേമസ് ആണ്. അവരുടെ ഒരു യൂട്യൂബ് വീഡിയോ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞൊരു കാര്യം, അതായത് മനുഷ്യ ശരീരത്തിലെ എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന രക്തചംക്രമണത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ബ്ലഡിന് കട്ടി കൂടുന്നു, കൊഴുപ്പ് കൂടുന്നു. രണ്ടാമത് വെള്ളത്തിന്റെ അളവിൽ വരുന്ന വ്യതിയാനങ്ങൾ. ഈ പ്രശ്നങ്ങൾ കൊണ്ട് മനുഷ്യ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് അവര് കൃത്യമായിട്ട് റിപ്പോർട്ട് പറഞ്ഞു വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ ചംക്രമണ വ്യവസ്ഥയെ ത്വരിതപ്പെടുത്താൻ, അതിനെ മെച്ചപ്പെടുത്താൻ, അത് പ്രോപ്പർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത പ്രോഡക്റ്റ് ആണ് നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ്. ഇതിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന മാഗ്നറ്റ് നിയോഡൈനിയം എന്ന് പറയുന്ന നാച്ചുറൽ മാഗ്നറ്റ് ആണ്. ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന മാഗ്നറ്റ് ആണ്. ഇന്ന് ഇതിൽ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു റിസ്റ്റ് ബാൻഡ് ആണ്. കയ്യിൽ കെട്ടുന്ന ഒരു റിസ്റ്റ് ബാൻഡ് ആണ്. റിസ്റ്റ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇതാണ് ആ സാധനം. കണ്ടോ? ഇതിനകത്ത് ഒരു 33 നിയോഡൈനിയം മാഗ്നറ്റ് ഉണ്ട്. ഓൾറെഡി ഞാൻ എന്റെ കയ്യിൽ കെട്ടിയിട്ടുണ്ട്. അത് ഷർട്ടും കെട്ടുകൊണ്ട് കാണാൻ പറ്റാതാണ്. ഇത് കൈ കെട്ടിയ ആളുകളൊന്ന് കൈപൊക്കും. റിസ്റ്റ് ബാൻഡ് ഓൾമോസ്റ്റ് എല്ലാ 90% ആളുകൾ ഇത് കെട്ടിയിട്ടുണ്ട്. ക്ലാപ്പ് ചെയ്തോളൂ, ഗംഭീരമായിട്ട് ക്ലാപ്പ് ചെയ്തോളൂ. ക്ലാപ്പ് ചെയ്യാം. ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ നമുക്കൊന്നും തോന്നില്ല. ഇതിനകത്ത് 33 മാഗ്നറ്റുകൾ ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡ് മുതൽ നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾക്ക് റിജുവിനേഷൻ സംഭവിക്കാൻ തുടങ്ങും. സെല്ലുകൾ ആക്റ്റീവ് ആകാൻ തുടങ്ങും. കാരണം എന്താണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഇതിന്റെ പഠനങ്ങൾ ഇങ്ങനെ പറയുന്നു, അതായത് മാഗ്നറ്റിക് ഫീൽഡ് റെഡ്യൂസ് ബ്ലഡ്, രക്തത്തിലെ ആ കൊഴുപ്പിനെ കുറയ്ക്കാൻ, അതിന്റെ വിസ്കോസിറ്റി കുറയ്ക്കാനും അതുപോലെ തന്നെ ബ്ലഡിന്റെ ചംക്രമണം പ്രോപ്പർ ആക്കാനും ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഏതാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇത് കെട്ടുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്ന്, നമുക്ക് ശരീരത്തിൽ വേദനകൾ ഉണ്ടെങ്കിൽ ആ പെയിനുകളെ കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഇൻഫ്ലമേഷൻ, ശരീരത്തിൽ എവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടോ, പെയിനുകൾ ഉണ്ടോ, അതിന്റെ കാരണമാണെങ്കിൽ ബ്ലഡിന്റെ സർക്കുലേഷനിൽ കുറവ് വരുന്നുണ്ട് എന്നുള്ളത് ശരീരം കാണിക്കുന്ന ഒരു സിംറ്റം ആണത്. അപ്പോ പെയിന് കുറയ്ക്കാൻ സഹായിക്കും. എവിടെ പെയിൻ ഉണ്ടെങ്കിലും കുറയ്ക്കാൻ സഹായിക്കും. പ്രത്യേകിച്ച് തലവേദന ഉണ്ടെങ്കിൽ ഇവിടെ കെട്ടി കൊടുത്തില്ലെങ്കിൽ നമുക്ക് 1/2 മണിക്കൂർ കൊണ്ട് തലവേദന മാറിപ്പോകും. അങ്ങനെ തലവേദന മാറിയ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇത് കെട്ടിയിട്ട് തലവേദന മാറിയ ആളുകൾ, ഇത്രയും ആളുകൾ എനിക്കും അനുഭവമാണ്. കാരണം സർക്കുലേഷൻ പ്രോപ്പർ ആകുമ്പോൾ ഇൻഫ്ലാമേഷൻ കുറയുന്നു എന്നുള്ളത് ഒരു സയൻസ് ആണ്. ഇൻഫ്ലാമേഷൻ കുറയുമ്പോൾ അവിടെ ഇങ്ങനെ ആ പെയിൻ അവിടുന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഗുണം, ഇത് BP നോർമലാക്കാൻ വേണ്ടി സഹായിക്കും. BP നോർമലാക്കാൻ സഹായിക്കും. BP ബ്ലഡ് റിലേറ്റഡ് അല്ലേ? പ്രശ്നം ആണോ? ആണ്, ബ്ലഡ് റിലേറ്റഡ് ആണ്. എല്ലാ പ്രശ്നങ്ങളും ബ്ലഡ് റിലേറ്റഡ് ആണ്. അവിടെ നമ്മൾ മനസ്സിലാക്കണം. BP നോർമലാക്കാൻ വേണ്ടി സഹായിക്കും. രണ്ടാണെങ്കിലും, ഹൈ BP ആണെങ്കിലും ലോ BP ആണെങ്കിലും അത് നോർമലാക്കാൻ സഹായിക്കും. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ ഒരു പ്രഷർ വള കൊടുത്തിരുന്നില്ല, ഓർമ്മ ഉണ്ടോ? ഇതൊരു വയസ്സായ ആളുകളുടെ കൈമട്ട് കൊടുക്കും, അപ്പൊ പ്രഷർ നോർമൽ ആവും. അങ്ങനെ അതിന് പ്രഷർ വള എന്നൊരു പേര് വന്നു. സത്യത്തിൽ പ്രഷർ നോർമൽ ആക്കലല്ല അതിന്റെ ജോലി. അതിന്റെ ജോലി എന്താണ്? സർക്കുലേഷൻ പ്രോപ്പർ ആകുമ്പോൾ പ്രഷർ നോർമൽ ആകുന്നു. അപ്പൊ അതിനങ്ങനെ പേര് വന്നു പോയതാണ്. അതിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വേർഷൻ ആണ് ഈ ഒരു സാധനം. ഇത് കെട്ടുന്ന സമയത്ത് ഇത്രയും ബെനിഫിറ്റുകൾ നമുക്കുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ ഇത് പ്രിവെന്റ് ചെയ്യും. എന്താ പ്രിവെന്റ് ചെയ്യുക? പ്രതിരോധിക്കും. ആണോ? 2 കാര്യങ്ങൾ ഇത് പ്രതിരോധിക്കും. ഒന്ന്, അറ്റാക്ക് വരാനുള്ള ചാൻസിനെ കുറയ്ക്കും. 2, സ്ട്രോക്ക് വരാനുള്ള ചാൻസിനെ കുറയ്ക്കും. അറ്റാക്ക് വരാനുള്ള ചാൻസിനെ കുറയ്ക്കും. 2, സ്ട്രോക്ക് വരാനുള്ള ചാൻസിനെ കുറയ്ക്കും. ഇന്നത്തെ കാലഘട്ടത്തിലെ ഈ 2 സംഭവങ്ങളും മനുഷ്യന് ഏറ്റവും കൂടുതൽ പോസ്റ്റ് കോവിഡ് സിൻഡ്രോമായി ബന്ധപ്പെട്ട് 2020 ശേഷം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് അറ്റാക്ക് വന്നിട്ടാണ്. ആണോ? മുമ്പത്തെ അറ്റാക്കിന് 3 ചാൻസ് കിട്ടിയിരുന്നു. ആണോ? അല്ലേ? 3 ചാൻസ് കിട്ടിയിരുന്നു. ഇന്ന് ചാൻസ് കിട്ടുന്നുണ്ടോ? അപൂർവ ആളുകൾക്ക് ചാൻസ് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള ആളുകൾക്ക് ചാൻസ് കിട്ടുന്നില്ല, സിഗ്നൽ കിട്ടുന്നില്ല. അങ്ങനെയുള്ള മരണങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. അപ്പോ അറ്റാക്ക് കുറയ്ക്കാനും, അറ്റാക്ക് വരില്ല എന്നോ സ്ട്രോക്ക് വരില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ അത് വരാം. പക്ഷെ അതിന്റെ സങ്കീർണത കുറയ്ക്കും. നല്ലതാണോ?
അപ്പൊ ഒരാൾക്ക് 100% വരുന്നത് ഇത് കെട്ടുന്ന ഒരാൾക്ക് 50% വന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ലാഭല്ലേ? അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കണ്ടേ? ആണോ? പലതും വരാതെ പോകും, അപ്പോഴും ലാഭല്ലേ? അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങളെ ഇതിന് പ്രിവെന്റ് ചെയ്യുമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്തൂടെ? ഇത് ഞാൻ പറയാൻ കാരണം എന്താ പറയുക, ഞാനൊരു 10-30 വർഷത്തിലധികമായി ഫേസ് ചെയ്ത ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു എൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട്. എനിക്ക് 17 വയസ്സിലൊരു ചെസ്റ്റ് പെയിൻ തുടങ്ങിയതാണ്, ഹാർട്ടുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിരുന്നത്. അന്ന് ഒരു വർഷക്കാലം പെനിഡ്യൂർ LA12 എന്ന് പറയുന്ന മെഡിസിനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും, ബെൻസാത്തിൻ പെൻസിലിൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ ഒരു വർഷക്കാലം എൻ്റെ ശരീരത്തിൽ അടിച്ചു കയറ്റിയിട്ടുണ്ട്, ഒരു വർഷക്കാലം. എന്നിട്ട് അതിന് ശേഷം വേദന ഉള്ളപ്പോഴൊക്കെ കഴിക്കാൻ റൈസോപ്റ്റിൻ 40 എന്ന് പറയുന്ന ഒരു ഗുളിക എഴുതി തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ 47 വയസ്സ് വരെ ഞാൻ ആ പെയിൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ സാധനം കെട്ടിയിട്ട് ഒരു മാസത്തിന് ശേഷം ഇന്ന് രാവിലെ ഈ നിമിഷം വരെ ഞാൻ ആ പെയിൻ അനുഭവിച്ചിട്ടില്ല. എന്നോട് പരിചയപ്പെടുത്തിയപ്പോ ഇതിലൂടെ ഒരുപാട് അച്ചീവ്മെന്റ് ഒക്കെ നേടിയ വ്യക്തിയാണെന്നൊക്കെ പരിചയപ്പെടുത്തി സാർ. ആ അച്ചീവ്മെന്റുകൾ ഒന്നുമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ സാഗർ ജോഷി സാറിനോട് കടപ്പെട്ടിരിക്കുന്നത് എന്റെ 30 വർഷത്തെ ആരോഗ്യ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ സഹായിച്ച പ്രോഡക്റ്റ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത് കടപ്പെട്ടിരിക്കുന്നത്. അത്രത്തോളം. അങ്ങനെ വരുമ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ള അഭിനിവേശം, ആവേശം എന്നിൽ കൂടുമോ കുറയുമോ? കൂടും. അതുകൊണ്ട് ഞാനിത് ഒരു പ്രാന്തനെ പോലെ എല്ലാ ദിവസവും ഇത് ആളുകളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ചില ആളുകൾ നോ പറയും, ചില ആളുകൾ പിന്നെ നോക്കാന്നൊക്കെ പറയും. അതൊന്നും എനിക്ക് വിഷയമില്ല. ഞാനിത് ആളുകളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും, അത് ഉറപ്പാണത്. എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്തൊരു തീരുമാനം. അതുകൊണ്ട് ഇന്ന് 17,000-ലധികം ആളുകൾ വാങ്ങിച്ചു വരും. ചിലപ്പോഴൊക്കെ പ്രാന്താവുന്നത് നല്ലതാണ്, ആണോ? ചിലപ്പോ പ്രാന്താവണം. ഇതാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ്. നല്ല പ്രൊഡക്റ്റ് ആണോ? അതൊരു ഗംഭീരമായ ക്ലാപ്പ് കൊടുക്കും. നമുക്കൊരു വാട്ടർ എനർജി പാഡാണ്. നമ്മുടെ വാട്ടർ ബോട്ടിന്റെ മുകളിൽ ചുറ്റുന്ന ഒരു വാട്ടർ എനർജി പാഡാണ്. 40 മാഗ്നറ്റ് ഇതിനകത്തുണ്ട്. വെള്ളത്തെ സ്ട്രക്ചറൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. മോളിക്കുലർ ലെവലില് വെള്ളത്തിന്റെ തന്മാത്രകൾ വിഘടിപ്പിക്കാൻ കഴിയില്ല. H2O എന്ന് പറയുന്ന ജല തന്മാത്രകൾ, അതിന്റെ കൂട്ടങ്ങൾ, അതിന്റെ ക്ലസ്റ്റർ ഫോം എന്ന് പറയുന്നത് 50 to 20 ആണെന്നുണ്ടെങ്കിൽ ഈ വാട്ടർ ബോട്ടിലിന്റെ മുകളിൽ ഇത് ചുറ്റി കഴിഞ്ഞാൽ വിതിൻ 20 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് ആ വെള്ളത്തിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുന്നു. അത് മാഗ്നറ്റൈസർ വാട്ടർ ആയിട്ട് മാറുന്നു. അത് മൈക്രോ ക്ലസ്റ്ററിംഗിന് വിധേയമാകുന്നു. പേടിക്കൊന്നും വേണ്ട. മൈക്രോ ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ ജലതന്മാത്രാ കൂട്ടങ്ങൾ ചെറുതാകുന്നു. ആ 15 to 20 വരുന്ന തന്മാത്രാ കൂട്ടങ്ങളുടെ വലുപ്പത്തെ ഈ മാഗ്നറ്റിക് ഫീൽഡ് 5-6 സൈസിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു. മൈക്രോ ക്ലസ്റ്ററിംഗിന് വിധേയമാകുമ്പോൾ വെള്ളത്തിന്റെ സൈസിൽ മാറ്റം വരുന്നു. അതിന്റെ ഡെൻസിറ്റി കുറയുന്നു. ഡെൻസിറ്റി കുറഞ്ഞ വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഈസി ആയിട്ട് അത് അബ്സോർബ് ചെയ്യുന്നു. വെള്ളം ഈസി ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്കായിട്ട് നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആകുന്നു. ഹൈഡ്രേറ്റഡ് ബോഡിയിലെ മെറ്റാബോളിസം നോർമൽ ആകുന്നു. ക്ലിയർ? ഇതാണ് സംഭവിക്കുന്നത്. ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ മൂലകാരണങ്ങളിൽ ഒന്ന് വെള്ളത്തിന്റെ ഡെഫിഷ്യൻസിയാണ്. മനുഷ്യന്മാര് വെള്ളം കുടിക്കില്ല. വെള്ളം കുടിക്കും, വെള്ളമൊക്കെ കുടിക്കും, പക്ഷെ വേണ്ടത്ര വെള്ളം കുടിക്കില്ല. അതാ പറഞ്ഞു വരുന്നത്. ഒരു മനുഷ്യൻ എത്ര വെള്ളം കുടിക്കണം? കാറ്റബോളിസം, അനാബോളിസം, മെറ്റാബോളിസം എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ, ഉപാപചയ പ്രവർത്തനങ്ങൾ സുഗമമായ ഒരു മനുഷ്യ ശരീരത്തിൽ നടക്കണം എന്നുണ്ടെങ്കിൽ മിനിമം 3 ലിറ്റർ വെള്ളം കുടിക്കണം. വെള്ളം ഒരു എസെൻഷ്യൽ ന്യൂട്രീഷൻ ആണ്, അതുകൂടി മനസ്സിലാക്കുക. അത് റിച്ച് മിനറൽസ് ഉള്ളതായിരിക്കണം, റിച്ച് ഹൈഡ്രജൻ ഉള്ളതായിരിക്കണം, അതുപോലെ തന്നെ റിച്ച് ഓക്സിജൻ ഉള്ളതായിരിക്കണം. ഇതാണ് വെള്ളത്തിന്റെ ഘടന. എന്നാൽ നമ്മൾ മനുഷ്യൻ വെള്ളത്തിന്റെ ഘടന മാറ്റി കുടിക്കാൻ ശീലിച്ചവരായതുകൊണ്ട് തന്നെ അതിൽ മിനറൽസ് ഇല്ല, ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോകുന്നു. ഈ ഒരു പ്രശ്നം വരുന്ന സമയത്ത്, വെള്ളത്തിന്റെ ഘടനയിൽ മാറ്റം വരുന്ന സമയത്ത് കുടിക്കുന്ന വെള്ളത്തിന്റെ 20% ഇന്ന് നമ്മുടെ ശരീരത്തിലേക്ക് യൂസ്ഫുൾ ആകുന്നത്. പിടികിട്ടുന്നുണ്ടോ? ഇന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ എത്ര ലിറ്റർ കുടിച്ചാലും അതിന്റെ 20% ഗുണം കിട്ടുന്നത്. എന്നാൽ മാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുടിക്കുന്ന വെള്ളത്തിന്റെ 80% ശരീരത്തേക്ക് ഗുണം കിട്ടും. അതാണ് ഇതിന്റെ വ്യത്യാസം. 80% ആയിട്ട് മാറുന്ന വരുന്നതാണ്. വെള്ളം 2 പ്രധാനപ്പെട്ട ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യും. ഒന്ന്, ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കണ്ടമാനം വരുന്ന ഇംപ്യൂരിറ്റീസ് ഉണ്ടോ, മാലിന്യങ്ങൾ. ശരീരത്തിനകത്ത് ഒരുപാട് ജൈവരാസ പ്രവർത്തനങ്ങൾ, ജൈവരാസ പ്രവർത്തനങ്ങൾ, ബയോകെമിക്കൽ ആക്ടിവിറ്റീസ് നമ്മുടെ ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബയോകെമിക്കൽ ആക്ടിവിറ്റീസിന്റെ ഫലമായി ഉണ്ടാകുന്ന രാസമാലിന്യങ്ങൾ ശരീരം ഒരു സംവിധാനത്തിലൂടെ പുറന്തള്ളപ്പെടുന്നുണ്ട്. ഉണ്ടോ? യൂറിനിലൂടെ, വേർപ്പിലൂടെ, മോഷനിലൂടെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ക്രമപ്പെട്ട് പോയിക്കൊണ്ടിരിക്കണം. എന്നാൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവർത്തനവും കുറഞ്ഞു പോകും. മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമായി നടക്കാത്ത ഒരു ശരീരത്തിൽ എന്ത് സംഭവിക്കും? സെല്ലുകൾക്ക് ഡാമേജ് വരും. ആണോ? ഉറപ്പായിട്ട് വരും. രോഗങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും, പ്രശ്നങ്ങൾ ഉണ്ടാകും, ഡിസോർഡറുകൾ ഉണ്ടാകും.
അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കാം. 3 ലിറ്റർ വെള്ളം, നോർമൽ വാട്ടർ, പച്ചവെള്ളമായിരിക്കണം, ശുദ്ധമായ പച്ചവെള്ളം. എല്ലാ പച്ചവെള്ളം പോയി കുടിക്കരുത്, കുടിക്കാൻ യോഗ്യമായ പച്ചവെള്ളമായിരിക്കണം. ക്ലിയർ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനുഷ്യനൊഴികെയുള്ള ഒരു ജന്തു ജീവജാലങ്ങളും വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാറില്ല. ആണോ? മനുഷ്യൻ മാത്രമാണ് വെള്ളം തിളപ്പിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളം തിളപ്പിച്ച് ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല, മുട്ടുവേദന വരും, പുറം വേദന വരും. അതിന്റെ കാരണം മിനറൽസ് ഇല്ല അതിനകത്ത്. ശരീരത്തിലേക്ക് മിനറൽസ് തരുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകം വെള്ളമാണ്. അപ്പൊ വെള്ളം ജീവജലം എന്നാണ് പറയാറുള്ളത്. സാറേ ആണോ? ജീവജലം എന്നാണ് പറയുന്നത്. ജീവനെ കൊടുക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു ഘടകമാണ് വെള്ളം തന്നെ. വെള്ളത്തിന്റെ സ്വഭാവത്തിൽ കുടിക്കണം. ഞാൻ ആളുകളോടൊക്കെ പറയാറുണ്ട്, ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് ആദ്യം ചോദിച്ചു നിങ്ങൾ എത്ര വെള്ളം കുടിക്കാറുണ്ട്. ചില സാധുക്കളൊക്കെ സത്യം പറയും, ഒരു 4 ഗ്ലാസ് വെള്ളം കുടിക്കും. ചില ആളുകൾ പച്ച നുണ പറയും, ഞാൻ 4 ലിറ്റർ വെള്ളം കുടിക്കുന്നു. അപ്പൊ തന്നെ അറിയാത്ത നുണയാണെന്ന്. 4 ലിറ്റർ വെള്ളം കുടിക്കാൻ പറ്റേണ്ട ഒരു മനുഷ്യന് പറ്റുമോ? ഇനി ഇതന്നെ പണി, ഈ വെള്ളം ഇങ്ങനെ കുടിക്കും. എന്നാൽ അപൂർവം ചില ആളുകൾക്ക് 3 ലിറ്റർ ഒക്കെ കറക്റ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളുണ്ട്. കറക്റ്റ് 3 ലിറ്റർ വെള്ളം ഒരു ദിവസം മെയിൻറ്റെയിൻ ചെയ്ത് എത്ര ആളുകളുണ്ട് ഇവിടെ ഇതിനകത്ത്? ഇത്ര ആളുകളുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഓക്കെ, താങ്ക് യു. ഒരു ക്ലാപ്പ് ചെയ്തോളൂ. അത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? കൃത്യമായ എഡ്യൂക്കേഷൻ, വെള്ളത്തിന്റെ ആവശ്യകത, നമ്മുടെ ശരീരത്തിൽ വെള്ളം ചെയ്യുന്ന ധർമ്മങ്ങൾ അത് പഠിഞ്ഞത് കൊണ്ടാണ് 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബ്ലഡിന്റെ pH 7.35 നിലനിൽക്കാൻ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37.3 ഡിഗ്രി സെൽഷ്യസിൽ നിലനിൽക്കാൻ, നമ്മുടെ GI ട്രാക്ക് ക്ലീൻ ചെയ്യാൻ, ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ശരീരത്തിലുള്ള ഡീടോക്സിഫിക്കേഷൻ പോകുന്നതിന് വേണ്ടി, ഇതൊക്കെ തന്നെ വെള്ളത്തിന് ഒരുപാട് ധർമ്മങ്ങളുണ്ട്. രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ബ്ലഡിന്റെ വിസ്കോസിറ്റിയെ കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ഡെൻസിറ്റി കുറഞ്ഞ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇത് ബ്ലഡിലേക്കല്ലേ പോകുന്നത്? ആണോ? വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിന്റെ കട്ടി കൂടും, കൊഴുപ്പ് കൂടും, സാന്ദ്രത കൂടും. അങ്ങനെ വരുമ്പോൾ ബ്ലഡിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടാതെ വരും. അങ്ങനെ വരുമ്പോൾ ബ്രെയിനിന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഹാർട്ട് കൂടുതൽ സ്ട്രെയിൻ ചെയ്യും, പ്രഷറിൽ അടിക്കാൻ തുടങ്ങും. എന്ത് സംഭവിച്ചാൽ? ബ്ലഡിന്റെ തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ, വിസ്കോസിറ്റി കൂടിക്കഴിഞ്ഞാൽ, അപ്പൊ ഹാർട്ട് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് വീക്ക് ആവാൻ തുടങ്ങും. മനസ്സിലായോ? വെള്ളം കുടിക്കാത്തതിന്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഒരാളിനോട് പറഞ്ഞു, സാറേ ഞാനൊരു 3 ഗ്ലാസ് വെള്ളം കുടിക്കും, 14 ചായയും കുടിക്കുന്നതാണ്. പോരെ? പോരാറിന് ഞാൻ ആ 14 ചായക്ക് പകരം എന്താക്കണം? പച്ചവെള്ളം കുടിക്കണം. എന്നാലേ ഇതൊക്കെ മാറുള്ളൂ പറഞ്ഞു. രോഗം മാറണ്ടേ? ആരോഗ്യ പ്രശ്നങ്ങൾ മാറണ്ടേ? നമ്മുടെ വാട്ടർ എനർജി പാഡ് ചുറ്റി വെള്ളം കുടിച്ചിട്ട് അതുകൊണ്ട് മാത്രം റിസൾട്ട് കിട്ടിയ എത്ര ആൾക്കാരുണ്ട്? പലതരത്തിലുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആളുകൾ നോക്കി നോക്കും, ഇഷ്ടം പോലെ റിസൾട്ടാണ്. പെയിൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിൽ വേഗം പോകും. വേദനകൾ, ഇൻഫ്ലാമേഷൻ വേഗം റെഡ്യൂസ് ആവാനൊക്കെ സഹായിക്കും. കുറേ ഗുണങ്ങൾ, അൾസർ, അസിഡിറ്റി, ഗ്യാസ്, നെഞ്ഞിരിച്ച്, ചെസ്റ്റ് പെയിൻ പോലുള്ള പ്രശ്നങ്ങൾ വേഗം പോകും. മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾ വേഗം പോകാൻ സഹായിക്കും. ഒരുപാട്, അതായത് നമ്മുടെ മെറ്റാബോളിസം നോർമൽ ആകുന്നതോടുകൂടി തൈറോയ്ഡ് പോലുള്ള പ്രശ്നങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ തന്നെ പതിയെ നോർമൽ അവസ്ഥയിലേക്ക് വരുമെന്നർത്ഥം. അതായത് വെള്ളം ഒരു യൂണിവേഴ്സൽ മെഡിസിൻ ആണ്. എന്താണ്? പ്രകൃതി തന്ന ഏറ്റവും നല്ല മരുന്നാണ് വെള്ളം. പക്ഷെ അതിന്റെ ഘടനയിൽ അത് ഉപയോഗപ്പെടുത്തണം. അതിന് പറ്റുന്ന ഒരു സാധനമാണിത്. വെള്ളം കുപ്പിയുടെ മുകളിൽ നിന്ന് ചിറ്റുക, എന്നിട്ട് കുടിക്കുക. രാവിലെ വെറും വയറ്റിൽ, എംപ്റ്റി സ്റ്റൊമക്കിൽ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് 3 ഗ്ലാസ് പച്ചവെള്ളം, മാഗ്നറ്റൈസർ വാട്ടർ റെഗുലർ ആയിട്ട് നിങ്ങൾ ഉപയോഗിച്ചോ. ഞാൻ നിങ്ങൾക്ക് എഴുതി ഗ്യാരണ്ടി തരാം, നിങ്ങളുടെ BP നോർമൽ ആയിരിക്കും. എല്ലാ സമയത്തും ആയിരിക്കും. രാവിലെ വെറും വയറ്റിൽ. പക്ഷെ 10-20 വർഷക്കാലം BP കൊണ്ട് മരുന്നൊക്കെ കഴിച്ച ആളുകൾ ഈ വെള്ളം കുടിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ വിളിക്കരുത്. കാരണം ഈ 20 വർഷം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയ ഒരുപാട് ഡാമേജുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ പരിഹരിച്ചു വരാൻ സമയം എടുക്കും. കറക്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. നല്ല മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഫേസിന് നല്ല തെളിച്ചം വരും, കണ്ണിന്റെ ക്ലാരിറ്റി കൂടും, വിഷൻ ക്ലാരിറ്റി കൂടും, മെമ്മറി നന്നായിട്ട് കിട്ടും, സ്കിന്ന് നല്ല ഗ്ലോ ആകും. ഒരു ആന്റി ഏജിങ് പ്രോപ്പർട്ടിയാണ് വെള്ളം എന്നുള്ളത് മനസ്സിലാക്കാം. എനിക്ക് 50 വയസ്സുണ്ട്. എത്ര? 50 വയസ്സ് എനിക്കുണ്ട്. പക്ഷെ ഞാൻ ഇന്നൊരു 35 വയസ്സിന്റെ പെർഫോമൻസ് 35 വയസ്സിന്റെ പെർഫോമൻസ് 15 വയസ്സ് റിവേഴ്സ് അടിപ്പിക്കാൻ ഈ പ്രോഡക്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് 100 മാർക്ക് കൊടുക്കും. ഞാൻ കൊടുക്കും. ഞാൻ 10ാം ക്ലാസ്സിന്റെ മീറ്റിംഗ് ഒക്കെ കൊണ്ട സമയത്ത് പല ആളുകൾക്കും വിശ്വാസം വരുന്നത് ഇപ്പം തന്നെയാണ്. ഓരോ ആളുകളെ കാണുമ്പോൾ നമുക്ക് സഹതാപം തോന്നും. അത്രയും അവർ ഏജ്ഡ് ആയി കഴിഞ്ഞു. പല പല പ്രശ്നങ്ങൾക്കുണ്ട്. ഞാൻ അഹങ്കാരം കൊണ്ട് പറയല്ലോ, നമ്മൾ കുറച്ച് സൂക്ഷിക്കുക. നമ്മുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്ക് നഷ്ടപ്പെട്ടാൽ എന്തില്ല? തിരിച്ചു വരവില്ല, തിരിച്ചു കിട്ടില്ല ആ സാധനം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം, ശ്രദ്ധ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്
മാട്രസ് പാഡാണ്, കിടക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാട്രസ് പാഡാണ്. ഇത് നമ്മൾ ഓപ്പൺ അല്ല, അതുകൊണ്ട് ഇട്ട് കാണിച്ചിട്ട് കാര്യമില്ല, അത് സീൽഡ് ആണ് ആ സാധനം. 6:3 സൈസിൽ നമുക്ക് മാഗ്നറ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു മാട്രസ് പാഡാണ്. അതിന്റെ സിംഗിളും ഡബിളും ഒക്കെ വരുന്നുണ്ട്. നമ്മൾ കിടക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ ഇത് വിരിച്ചു കൊടുക്കുക. ഓക്കെ, 6:3 സൈസ് എന്ന് പറഞ്ഞെങ്കിൽ 6 അടി നീളം 3 അടി വീതി, ഒരാൾക്ക് കിടക്കാനുള്ളതാണ്. ക്ലിയർ? ഒരാൾക്കേ ഉപയോഗിക്കാവൂ. ഒന്ന് വാങ്ങി 2 ആൾ അഡ്ജസ്റ്റ് ചെയ്യരുത്. അതൊക്കെ ഞങ്ങളാക്കി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 2 ആൾ ഉപയോഗിക്കണമെങ്കിൽ 2 എണ്ണം വാങ്ങണം. ക്ലിയർ? അപ്പോഴാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ശരീരത്തിൽ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. 2 തരം പാഡുകൾ ഉണ്ട്, മാട്രസ് പില്ലോ പാഡുകൾ ഉണ്ട്. അത് നമ്മൾ പില്ലോക്ക് വെക്കാം. 6:3 സൈസിലുള്ള നമ്മുടെ മാട്രസ് പാഡിനകത്ത് നമുക്ക് ഒരു 90 മാഗ്നറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 20 മാഗ്നറ്റ് പില്ലോ പാഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 6-7 മണിക്കൂർ നമ്മളിത് കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള മാഗ്നറ്റിക് എനർജി ഇതിലൂടെ കിട്ടും. രാവിലെ എണീറ്റ് ചെരുപ്പിടാതെ 2 കിലോമീറ്റർ മണ്ണിലൂടെ നടന്നാൽ എത്രത്തോളം നമ്മുടെ ശരീരത്തിന് മാഗ്നറ്റിക് എനർജി കിട്ടുന്നോ ആ എനർജി 6-7 മണിക്കൂർ ഇതിൽ സുഖമായിട്ട് ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നു. രാവിലെ എണീക്കുമ്പോൾ നല്ല എനർജറ്റിക് ആയിട്ട് എണീക്കാൻ പറ്റുന്നു. സർക്കുലേറ്ററി സിസ്റ്റം പ്രോപ്പർ ആകുന്നു. ബൈ ഡിഫോൾട്ട് എൻഹാൻസ് യുവർ ഓക്സിജൻ ലെവൽ. നിങ്ങളുടെ ശരീരത്തിൽ ഓക്സിജന്റെ ലെവലിനെ ക്രമപ്പെടുത്തി നിർത്താൻ വേണ്ടി ഇത് സഹായിക്കുന്നു. പലതരത്തിലുള്ള ഡിസോർഡറുകളും ഡിസ്ഫങ്ഷനുകളും ഡിസീസുകളും പതിയെ മാറി കിട്ടുന്നു. എത്രയോ ഗംഭീരമായ റിസൾട്ടുകൾ നമ്മുടെ ഈ പ്രോഡക്റ്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം യൂസ് ചെയ്യണം. ഇത് കയ്യിൽ കെട്ടണം, വെള്ളം കറക്റ്റ് ആയിട്ട് കുടിക്കണം. യെസ്, ചില പിശാചുക്കളോട് എത്ര പറഞ്ഞാലും വെള്ളം കുടിക്കില്ല. ഈ സാധനമൊക്കെ പൈസ കൊടുത്ത് വാങ്ങി വെച്ചിട്ട് ഞാനൊരു വീട്ടിൽ ചെന്ന സമയത്തുണ്ട്, ഈ ഇത് നമ്മുടെ വാട്ടർ എനർജി പാഡ് ഉണ്ടല്ലോ, അത് ചിറ്റിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ബോട്ടിലില്ല. സ്കെയിലും പെൻസിലൊക്കെ ഇട്ട് വെച്ചു. അത് കുപ്പിയാക്കിയിട്ട് വെള്ളം കുടിച്ചാലേ ഗുണം കിട്ടുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് വെള്ളം കുടിക്കണം, മാട്രസ് പാഡിൽ കറക്റ്റ് ആയിട്ട് കിടക്കണം, നല്ല സുഖമായിട്ട് ഉറക്കം കിട്ടും, ഡീപ് സ്ലീപ്പ് കിട്ടും. നന്നായി സുഖമായി ഉറക്കം കിട്ടിയ എത്ര ആൾക്കാരുണ്ട് നമ്മുടെ മാട്രസ് പാഡ് ഉപയോഗിച്ചിട്ട്? അധികം പേര് നല്ല കാത്തോട്ടും ഒരു മനുഷ്യൻ 4 മണിക്കൂർ ഡീപ് സ്ലീപ്പ് കിട്ടിയാൽ തന്നെ ആ വ്യക്തി എനർജറ്റിക് ആവും. ആണോ? ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ക്ഷീണിതനാവും. ആണോ? കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിലെ മെയിൻ്റെനൻസുകളെല്ലാം നടക്കുന്നത്. ഉറങ്ങാതെ വന്നു കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് നടക്കാതെ വരും, നമ്മൾ ക്ഷീണാവസ്ഥയിലേക്ക് പോകുന്നു, മെറ്റാബോളിസത്തിന് പ്രശ്നങ്ങൾ വരുന്നു, ഡാമേജ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു റിപ്പോർട്ട് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ പ്രൊഡക്റ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം? ഈ രോഗമുള്ള ആളുകളെ മാത്രം തെരഞ്ഞ് കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കേണ്ട പ്രോഡക്റ്റ് ആണോ? അല്ല, അവർക്ക് കൊടുക്കേണ്ട പ്രോഡക്റ്റ് അവർക്ക് കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് റിലാക്സേഷൻ കിട്ടാൻ, ഒരു ക്യൂറിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ, ഒരു ആശ്വാസം കിട്ടാൻ എന്ത് വേണം? ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം. ക്ലിയർ? ചില ആളുകളൊക്കെ ഇതിന്റെ റോങ് സെല്ലിംഗ് ചെയ്യാറുണ്ട്. അങ്ങനെ കൊടുക്കരുത്. ക്യാൻസർ മാറും, അങ്ങനത്തെ ഒരു ബെഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് നമ്മുടെ ശരീരത്തിന് എങ്ങനെ ഹീലിംഗ് ചെയ്യുന്നു എന്ന് പഠിച്ചിട്ട് വേണം കാര്യങ്ങൾ പറയാൻ. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ട ആർക്കാണ് അറിയാം? ഇന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്ന ആൾക്കാരില്ലേ? ആണോ? പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്ന ആളുകളുണ്ട്. അവരുടെ ആരോഗ്യം നിലനിർത്താൻ, അവര് അനാരോഗ്യത്തിലേക്ക് പോകാതിരിക്കാൻ പ്രിവെൻഷന് വേണ്ടി ഈ സാധനം ഉപയോഗപ്പെടുത്തുന്നത്. അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ റിപ്പോർട്ട് നിങ്ങളൊക്കെ മാതൃഭൂമിയിൽ വായിച്ചിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം വന്നതാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുഴഞ്ഞു വീണ മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറിയിട്ടുണ്ട്. നമ്പർ 2 സ്ഥാനമാണെങ്കിൽ പോലും ജനസംഖ്യാനുപാതത്തിൽ മഹാരാഷ്ട്രയാണ് 1ാം സ്ഥാനമെങ്കിലും മഹാരാഷ്ട്രയുമായി കേരളം ഒന്ന് തുലനം ചെയ്യുമ്പോൾ ജനസംഖ്യാനുപാതത്തിൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്താൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുഴഞ്ഞു വീണ മരണങ്ങൾ അല്ലെങ്കിൽ മരിച്ചു കുഴഞ്ഞു വീഴുന്ന അവസ്ഥ റിപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് നമ്മുടെ കേരളമാണ്. നമ്മൾ ലിറ്ററസിയിൽ 1ാം സ്ഥാനമാണ്. ആണോ? ആരോഗ്യത്തിൽ, പൊതുബോധത്തിൽ, രാഷ്ട്രീയത്തിൽ, ശുചിത്വത്തിൽ, എല്ലാത്തിലും ആരാ നമ്പർ 1? ഇന്ത്യയില് മലയാളികളാണ്. ആണോ? കുഴഞ്ഞു വീണ മരണത്തിൽ നമ്പർ 1. ഒന്ന് ക്ലാപ്പ് ചെയ്യണോ? വേണ്ട, ക്ലാപ്പ് ചെയ്യരുത്. നമ്മൾ എവിടേക്ക് പോകണം? നമ്മൾ 29ാം സ്ഥാനത്തേക്ക് പോകണം. വേണ്ടേ? അതിന് കുറച്ച് ചിന്ത വേണം. നമ്മൾ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. നിങ്ങൾ നോക്കിയിട്ട് നല്ല വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉള്ള ഒരാളുടെ ആരോഗ്യത്തെ കുറിച്ചിട്ട് ഞാൻ ഒരു മണിക്കൂർ ക്ലാസ് എടുക്കാന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഇരുന്ന് തരും? ഇല്ല, താല്പര്യമില്ല കേൾക്കാൻ. ആരോഗ്യം എന്താണെന്ന് അറിയാത്ത ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. ആ ഒരു മാറ്റം നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം. എന്താണ് ഹെൽത്ത് എന്നുള്ളത് നമ്മൾ നോക്കണം. ഞാൻ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ ഞാൻ ത്യജിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ. വേണ്ട, അങ്ങനെ നോക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ മാറ്റങ്ങളുണ്ട്.
ഈ കുഴഞ്ഞു വീണ മരണങ്ങൾ അതിന്റെ ഏറ്റവും പ്രധാന കാരണമായിട്ട് NCRB പറയുന്നു, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോന്റെ റിപ്പോർട്ടാണിത്. അവർ പറയുന്നുണ്ട് മയോകാർഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് അതിന്റെ കാരണം. മയോകാർഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ സങ്കോചിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകുന്നു. ഇത് ചിലപ്പോൾ പെട്ടെന്ന് സംഭവിക്കാം. ക്ലിയർ? ഇതിന്റെ കാരണം കോവിഡിന് ശേഷമാണ് ഇത് ഏറ്റവും കൂടുതൽ ആളുകളിൽ വന്നിട്ടുള്ളത്. കോവിഡിന് ശേഷം എന്റെയും നിങ്ങളുടെയും ഒക്കെ ശരീരത്തിൽ മൈക്രോ ബ്ലോക്കുകൾ കൂടിയിട്ടുണ്ട്. ഉണ്ട്. അത് ഞാൻ സാക്ഷ്യപ്പെടുത്തിയതല്ല, ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സാക്ഷ്യപ്പെടുത്തിയാണ്. ഉണ്ടായിട്ടുണ്ട്. മയോകാർഡൈറ്റിസ് എന്ന് പറയുന്ന ഈ പ്രശ്നം വരാനുള്ള ചാൻസ് 90% എല്ലാവരിലും ഉണ്ട്. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അതാൾ എത്ര വിദ്യാഭ്യാസമുള്ള ആളോ എത്ര പൊസിഷനിൽ നിൽക്കുന്നു എന്നുള്ളതല്ല. അത് ഡോക്ടർമാരായിക്കോട്ടെ, അഡ്വക്കേറ്റ് ആയിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, സാധാരണപ്പെട്ട ആളുകളായിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും ഇത് സംഭവിക്കാം. സംഭവിച്ചുകൂടെ? ഇന്ന് 35 വയസ്സിന് 45 വയസ്സിന് ഇടയിലുള്ള ആളുകൾ എത്ര ആളുകൾ മരിച്ചു പോകുന്നില്ല പെട്ടെന്ന്? ഉണ്ടോ? ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ? ഇതിനൊക്കെ കാരണം ആ മനുഷ്യൻ പിന്നെ ഈ ലോകത്തിൽ ഇല്ല, അതോടുകൂടി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ ഒരു ഡെമോക്രസിന്റെ വാള് പോലെ നമ്മുടെ തലയിൽ തൂങ്ങി നിൽക്കുമ്പോൾ പ്രിവെൻഷൻ എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയില്ലേ, ഒരു ആവശ്യകതയല്ലേ? അതാണ് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത്. പല ആളുകളും പറയുന്നുണ്ട്, സാറേ ഇതൊന്നും ഇപ്പൊ എനിക്ക് പോവേണ്ട, ഞാൻ നല്ല ആരോഗ്യവാനാണ്, സ്വയം അങ്ങോട്ട് സർട്ടിഫൈ ചെയ്യാണ്. ആര്? ഞാൻ ഇന്നലെ പോയി ചെക്ക് ചെയ്തു, 3 മാസം മുന്നേ ചെക്ക് ചെയ്തു, എനിക്ക് ഒരു പ്രശ്നങ്ങളല്ല, ഞാൻ ഓക്കെയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ആണല്ലോ? നിങ്ങളോട് അങ്ങനെ ആരും പറയുന്നുണ്ടോ? എന്നോട് വേണ്ടേ, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, എന്തെങ്കിലും വരട്ടെ അപ്പൊ നോക്കാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്തെങ്കിലും വരുമ്പോ അപ്പൊ നോക്കാൻ ആള് വേണ്ടേ? വേണ്ടേ? ആളെ കിട്ടുന്നില്ല, അതല്ലേ പ്രശ്നം. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ എപ്പോഴും കരുതലോട് കൂടിയിരിക്കണം. ഓരോ വ്യക്തികളും കരുതലോട് കൂടിയിരിക്കണം. എന്തെല്ലാം പൈസ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നില്ലേ? നമ്മുടെ ഹാർട്ടിന്, ലിവറിന്, കിഡ്നിക്ക്, നമ്മുടെ സ്റ്റൊമക്കിന്, നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്, നമ്മുടെ ബ്രെയിനിന് നമ്മൾ എന്ത് പൈസ ചെലവാക്കുന്നത്? അതുകൂടി ആലോചിക്കണ്ടേ? അതിലൂടെ നീതി പുലർത്തണ്ടേ? ആ നീതിബോധത്തിന്റെ ഭാഗമാണ് ബയോട്ടോറിയത്തിന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു മനുഷ്യ ശരീരത്തിന് വില കൽപ്പിക്കാൻ പറ്റുമോ? ഹ്യൂമൻ ബോഡിക്ക് എത്ര വില? മോനെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പഠനം കഴിഞ്ഞു. അത് മനുഷ്യ ശരീരത്തിന്റെ വില എത്രയാണ് അപ്രോക്സിമേറ്റ്ലി? പറയാൻ കഴിയില്ല. ഏകദേശം 4 കോടിക്ക് മുകളിൽ വരുന്നതാണ്. ഓരോ പാർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 4 കോടിക്ക് മുകളിൽ വരും. അതിനോടൊരു നീതി കാണിക്കണം. അപ്പൊ അതിനുള്ള കുറച്ചെങ്കിലും നമ്മൾ ആ നീതിബോധമാണ് നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരാഴ്ചക്കുള്ളിൽ ജില്ലയിൽ കുഴഞ്ഞു വീണ് മരിച്ചത് 15ഓളം പേർ. ഇത് നിങ്ങൾ അടുത്ത വായിച്ചൊരു വാർത്തയാണ്. കാസർഗോഡ് ജില്ലയിൽ അത് സംഭവിച്ചത്. ക്ലിയർ? ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇവർക്കൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല, നല്ല ഹെൽത്തി ആയിരുന്നു. ചില ആളുകള് ഒരാളിനോട് പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഈ പ്രോഡക്റ്റ് ഒക്കെ പറഞ്ഞ സമയത്ത് ആള് പറ എല്ലാം കേട്ട് അവസാനം പറയാം, എനിക്ക് 10 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് ഉണ്ട്, എന്തേലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വെച്ച് ട്രീറ്റ് ചെയ്തോളാം, എനിക്ക് പ്രൊഡക്റ്റ് വേണ്ടാന്ന്. പിന്നെ പൊട്ടെന്നാ വിളിക്കേണ്ടത് കടുംപൊട്ടെന്നാ വിളിക്കേണ്ടത് എനിക്കറിയില്ല. മരപ്പൊട്ടോ 10 ലക്ഷത്തിന്റെ ഇൻഷുറൻസിന്റെ ആ ഒരു പിന്നെ ആലപ്പുറത്ത് കയറിയിരിക്കുകയാണ്. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ ആള് വേണ്ടേ? എന്നാ ക്ലെയിം ചെയ്യാം. ചില ആളെ കിട്ടുന്നില്ല, ക്ലെയിം ചെയ്യാൻ ആളെ കിട്ടുന്നില്ല. അതിന് മുന്നേ പോയി വിവരമില്ലായ്മയുടെ കുറെ ആൾരൂപങ്ങളുണ്ട്. സഹതാപം തോന്നുന്നു ചില ആളുകൾ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഒരു പ്രിവെൻഷന് വേണ്ടിയിട്ട് ഇത് ആരും ഇതിന്ന് മുക്തരല്ല കേട്ടോ. എല്ലാവർക്കും ഇത് പിന്നെ ബാധകമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കോവിഡിന് ശേഷം ആഗോള ആയുർദൈർഘ്യത്തിൽ 2 വർഷം കുറഞ്ഞു എന്നുള്ളതാണ് മനുഷ്യായുസ് ഒരു ദശാബ്ദത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടാണ്. 24 ന്യൂസിൽ വന്നൊരു സംഭവമാണത്. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ലേ? ആണോ? ഇവിടെ നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രത്യേകത, ഇത് 2 ഡോക്ടേഴ്സാണ്. ഒന്ന് ഗുജറാത്തിലുള്ള ഡോക്ടറാണ്, ഒന്ന് കേരളത്തിലുള്ള ഡോക്ടർമാരാണ്. ഡോക്ടർമാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇവർ 2 പേരും മരിച്ചത് അറ്റാക്ക് വന്നാണ്. ഒരാൾ കാർഡിയോളജിസ്റ്റ് ആണ്. 10,000-ലധികം ആളുകളുടെ ഹൃദയ ശസ്ത്രക്രിയ നടത്തി ഇന്ത്യയിൽ പേരെടുത്തിട്ടുള്ള ഗുജറാത്തിലെ അഹമ്മദാബാദിലെ അവിടുത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള ഡോക്ടർ ഗൗരവ് ഗാന്ധി 41 വയസ്സുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആ വ്യക്തി അറ്റാക്ക് വന്ന് മരിച്ചു. അദ്ദേഹത്തിന്റെ അത്ര ഹൃദയത്തെ കുറിച്ച് നമുക്കറിയോ? അദ്ദേഹത്തിന് പോലും സിഗ്നൽ കിട്ടിയില്ല. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞത് ശരിയല്ലേ നോക്കണം. രണ്ടാമത്തെ വ്യക്തി ഡോക്ടർ പ്രേംലാൽ, നമ്മളെ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ പിന്നെ ന്യൂറോളജിസ്റ്റ് ആണ്, ഫേമസ് ന്യൂറോളജിസ്റ്റ് ആണ്. 44 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ മാസത്തിൽ ആൾ മരിച്ചുപോയി, അറ്റാക്ക് വന്ന് മരിച്ചുപോയി. നമ്മൾ മനസ്സിലാക്കേണ്ട എന്തായാലും, ഞാൻ ഹ്യൂമൻ അനാട്ടമിയും ഫിസിയോളജിയും പഠിച്ചൊരു വ്യക്തിയാണ്. ഇതേപോലെ പഠിച്ച കുറെ ആളുകൾ ഇതിനകത്ത് ഇരിക്കുന്നുണ്ടായിരിക്കും. ഡോക്ടേഴ്സും ഇതെല്ലാം പഠിച്ചത് ആണല്ലോ.
പക്ഷെ അറ്റ് പ്രസന്റ് നൗ ഈ സമയത്ത് എന്റെ ശരീരത്തിൽ എന്ത് നടക്കുന്നു എന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റാം? എങ്ങനെ ഒരു ഡോക്ടർക്ക് പറയാൻ പറ്റും? ആണോ? പറയാൻ പറ്റില്ല. എപ്പോ വേണമെങ്കിലും വ്യതിയാനങ്ങൾ വരാം. അങ്ങനെയുള്ള റിസ്കി ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഗുണകരമായ ഒരു സംവിധാനം ചെയ്യുമ്പോൾ അത് നമുക്ക് മെച്ചമല്ലേ? ആണോ? അതാണ് ഈ പ്രോഡക്റ്റ്. അതിനാണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് നമ്മുടെ സമൂഹത്തിലെ എത്ര ശതമാനം ആളുകൾ യൂസ് ചെയ്യണം? 10%? 100% എല്ലാവരും ഇത് യൂസ് ചെയ്യണം. രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇത് വാങ്ങിക്കൂല. ഒന്ന്, ഇതിനെക്കുറിച്ച് നോളജ് ഇല്ലാത്തതുകൊണ്ട് വാങ്ങിക്കൂല. രണ്ട്, പൈസ ഇല്ലാത്തതുകൊണ്ട് വാങ്ങിക്കൂല. ഇതിന് രണ്ടിനുള്ള സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. ക്ലിയർ? രണ്ടിനുള്ള സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. പിന്നെ ചെറിയ വിഭാഗം ആളുകളുണ്ട്. മൂന്നാമത്തെ വിഭാഗം അഹങ്കാരം കൊണ്ട് വാങ്ങിക്കൂല. അവരുടെ പിന്നെ നമുക്ക് പറയാനൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടിയുള്ള കേസുകളാണ്. നിഷ സുനിൽകുമാർ തൊട്ടിൽപ്പാല സ്വദേശി, അവർ 13 വർഷക്കാലം അവർക്ക് സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ട വലിയൊരു ഇഷ്യൂ അവർ ഫേസ് ചെയ്താണ്. നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അവർക്ക് വിത്തിൻ ഡേയ്സിന്റെ ഉള്ളിൽ അവർക്ക് മാറ്റം വന്ന് വളരെ ഹെൽത്തി ആയിട്ട് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അനുഭവമുള്ള, നമുക്ക് അറിവുള്ള ആളുകളാണ്. വെരിക്കോസ് അൾസർ എന്നുള്ള റിസൾട്ട്, അതുപോലെ കാല് ഷുഗർ വന്ന് കാലിന് അൾസർ വന്ന് ആ കാലിലേക്ക് രക്തോട്ടമില്ലാതെ മരിച്ചു പോയൊരു കാലുമായി ജീവിച്ച് ഡോക്ടർമാർ ആംബ്യൂട്ടേഷന് ഡേറ്റ് കൊടുത്ത് ഇത് മുറിച്ചു കളയാതെ രക്ഷയില്ല എന്ന് പറഞ്ഞ് മഞ്ചേരി മിനി എന്ന് പറയുന്ന സഹോദരിയുടെ കാലാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അസ്വസ്ഥത ഉണ്ടായിരിക്കും. ആ കാല് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് 1 മാസം കൊണ്ട് ഉണക്കം വരികയും ഇന്ന് ഈ കാല് കൊണ്ട് അവർ നടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രം ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ കേസിൽ മനുഷ്യ ശരീരത്തിലെ ഹീലിംഗ് കപ്പാസിറ്റിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രകൃതിദത്തമായി അവർക്ക് അതൊരു തിരിച്ചുവരവിന് അവസരം കൊടുത്തുവെങ്കിൽ ഈ പ്രോഡക്റ്റ് നമ്മളൊരു വലിയൊരു ക്ലാപ്പ് കൊടുക്കണ്ടേ? ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. പ്രശ്നം വന്നിട്ടുള്ള ജോഷി ശങ്കർ, തൃശ്ശൂരിലുള്ള ഒരു വ്യക്തിയാണ്. 1.5 വർഷക്കാലം കമിഴ്ന്ന് മാത്രം കിടന്ന് 500-ലധികം ഷുഗർ വന്ന് ഒരു സൈഡ് പാരലൈസിസ് ആയിട്ട് കിടന്നിരുന്ന ഹതഭാഗ്യനായിട്ടുള്ള ഒരു മനുഷ്യരായിരുന്നു. ഇനി ജീവിതത്തിലേക്ക് റീടേക്ക് ഇല്ല എന്ന് ചിന്തിച്ച് സൂയിസൈഡിനെ പോലും ചിന്തിച്ച ഒരു മനുഷ്യനായിരുന്നു. നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് 3.5 മാസം കൊണ്ട് ആ മുറിവ് ഉണങ്ങുകയും ഇന്ന് ബയോട്ടോറിയത്തിന്റെ സജീവ പ്രവർത്തകനായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ് ജോഷി ശങ്കർ. ഇതുകൂടാതെ നമുക്ക് ഇത്രയും പ്രോഡക്റ്റുകൾ, ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളാണെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ കമ്പനി 2 മാസമായിട്ട് മോർ പവർ എന്ന് പറയുന്ന ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് നമുക്ക് ഇറക്കിയിട്ടുണ്ട്. വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ വൈറ്റമിൻസും അതുപോലെ മിനറൽസും നൈട്രിക് ഓക്സൈഡും ആൽക്കലോയിഡ്സുകളും ആന്റി ഓക്സിഡന്റുകളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള ഒരു ന്യൂട്രീഷൻ സപ്ലിമെന്റ് ആണ്. ഇത് ഉള്ളിലേക്ക് കഴിക്കേണ്ട 2 ഗ്രാമാണ് ഒരു ദിവസം കഴിക്കേണ്ടുള്ളൂ. 44 ആയുർവേദ, സിദ്ധ, യൂനാനി കോമ്പിനേഷൻ ഹെർബുകളാണ് ഇതിനകത്ത് ചേർന്നിട്ടുള്ളത്. വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അത് ആയുഷ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഗംഭീരമായ റിസൾട്ടുകളാണ് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ 11 സിസ്റ്റങ്ങളെയും നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നാഡീ വ്യൂഹങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ശരീരത്തിലുണ്ടാകുന്ന ഡിസോർഡറുകളൊക്കെ പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. ഇത് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും ഇത് റിപ്പയർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഹെവി റിസൾട്ടാണ് ഈ പ്രോഡക്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിത്തിൻ ഡേയ്സിനുള്ളിൽ തന്നെ അതിന്റെ മാറ്റം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനുള്ള ന്യൂട്രീഷന്റെ കുറവുകളെ, മാൾ ന്യൂട്രീഷൻ, അതുപോലെ ന്യൂട്രീഷന്റെ പോഷക ദാരിദ്ര്യം, ആ കുറവിനെ പരിഹരിക്കാൻ സഹായിക്കുന്ന ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് മോർ പവർ എന്ന് പറയുന്നത്. ഞാനൊരു മാസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല റിസൾട്ടാണ്. നമുക്ക് എന്താ പറയാ, നമ്മുടെ എനർജി ലെവൽ എപ്പോഴും നല്ല പവറായിട്ട് തന്നെ നിലനിൽക്കും. അതുപോലെ തന്നെ ശരീരത്തിലെ എല്ലാ സിസ്റ്റങ്ങളെയും പ്രോപ്പറാക്കാൻ സഹായിക്കും. ഡൈജഷൻ പ്രോപ്പറാക്കാൻ സഹായിക്കും. കുട്ടികളില്ലാത്ത ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഫെർട്ടിലിറ്റി പ്രോബ്ലത്തിനൊക്കെ വളരെ എഫക്റ്റീവ് ആണ് ഈ ഒരു പ്രോഡക്റ്റ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള അതിഗംഭീരമായ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കമ്പനി മാർക്കറ്റിൽ നിന്നത്. കൂടാതെ FMCG അടക്കമുള്ള ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ വേണോ അത് മുഴുവനും ഒരു കൊടക്കീഴിൽ എന്ന് പറയുന്ന ഉദാത്തമായ ഒരു ചിന്തയിലൂടെ ഇത് ബയോട്ടോറിയത്തിന്റെ മാനേജ്മെന്റ് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാം സർവ്വസാധനങ്ങളും നമ്മുടെ MD തന്നെ പറഞ്ഞ 3000-ലധികം പ്രോഡക്റ്റുകൾ ബയോട്ടോറിയത്തിൽ വരും. നിങ്ങൾക്ക് എന്താണ് ആവശ്യം അതെല്ലാം ബയോട്ടോറിയത്തിലൂടെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ആര് ബയോട്ടോറിയത്തിലൂടെ പ്രോഡക്റ്റ് വാങ്ങിച്ചാലും PV അവിടെ സൃഷ്ടിക്കപ്പെടും. PV സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കമ്മീഷൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ആരോഗ്യമാണെങ്കിൽ രണ്ടാമത്തെ സന്തോഷത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. ആരോഗ്യവും സമ്പത്തും ഉണ്ടാവുക എന്നുള്ളതാണ് ഹാപ്പിനെസിന്റെ ഏറ്റവും വലിയ ഒരു ഭാവം എന്ന് പറയുന്നത്. ആരോഗ്യ സമ്പത്ത് കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ബയോട്ടോറിയം
ആക്കി കഴിഞ്ഞു. അതിലൂടെ വലിയ വലിയ നേട്ടങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടി മാത്രമാണ് എന്നിലും നിങ്ങളിലും നിക്ഷിപ്തമായിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പ്രോഗ്രാമുകൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ കമ്പനി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 20 ലക്ഷത്തിലധികം ആളുകൾ നമ്മുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ 2 ലക്ഷത്തിലധികം ആളുകൾ ഉപയോഗിക്കുന്നു. ഇതൊക്കെ തന്നെ ഓരോ VVIPകളാണ്, സാധാരണപ്പെട്ട വ്യക്തികളല്ല. രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ കലാ സാംസ്കാരിക രംഗങ്ങളിൽ, അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ, അതുപോലെ ഡോക്ടർമാര്, അതുപോലെ പിന്നെ വലിയ വലിയ തലങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഒക്കെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ്. ഇത് കേന്ദ്രമന്ത്രിമാര്, മുഖ്യമന്ത്രിമാര്, ഇങ്ങനെ തുടങ്ങുന്ന വലിയ VVIPകൾ നമ്മുടെ പ്രോഡക്റ്റ്. ഇതൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവിടെ പാലക്കാട് കോങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു ക്ലാസ് കൊടുത്ത വ്യക്തിയാണ്. ഒന്നുമില്ല, പോലീസുകാരാണെന്ന് അവർക്ക് ആരോഗ്യം വേണ്ടേ. പോലീസുകാർ ഇത് ഞാൻ ക്ലാസ് കൊടുത്തു. അവർക്ക് എന്താണ് ഈ സംഭവം എന്ന് മനസ്സിലാക്കണല്ലോ, ഇതിന്റെ ആവശ്യകത മനസ്സിലാക്കണല്ലോ. ഇന്ന് എത്രയോ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ റിസ്റ്റ് ബാൻഡ് കെട്ടി വാട്ടർ എനർജി ബാൻഡിൽ വെള്ളം കുടിച്ചിട്ട് പോകുന്ന ആളുകൾ, അതുപോലെ സിനിമ മേഖലയിലുള്ള ആളുകൾ, ഇതൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഓരോരുത്തരും പേരെടുത്ത് പറയാൻ നമുക്ക് സമയമില്ല. അതൊക്കെ കുറെ ആളുകൾ ഈ മേഖലയിൽ 8000-ലധികം ഡോക്ടേഴ്സ് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. 8000-ലധികം ഡോക്ടേഴ്സ് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. നേരിട്ട് ഡോക്ടേഴ്സിന് പ്രോഡക്റ്റ് കൊടുത്ത ആളാണ് ഞാൻ. നേരിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ JP സാറ്, ഞാനും JP സാറും കൂടി പോയിട്ട് കോയമ്പത്തൂരിലെ PGS ഹോസ്പിറ്റലിലെ MD ആയിട്ടുള്ള ഡോക്ടർ പ്രഭു MBBS MD കാർഡിയോളജിസ്റ്റ്, അദ്ദേഹത്തിന് നമ്മുടെ പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പോയി പറഞ്ഞു 10 മിനിറ്റ് കൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇപ്പൊ തന്നെ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നു. ആ സമയത്ത് തന്നെ റിസ്റ്റ് ബാൻഡ് കിട്ടി. ആള് കൺസൾട്ടിങ് തുടങ്ങി. 10 കൊണ്ട് എല്ലാ പ്രയോജനം കാര്യം മനസ്സിലായി. ചില ആളുകൾ കാര്യം മനസ്സിലായാലും മനസ്സിലായില്ല എന്ന് പറയും. മനസ്സിലാവാത്തവർ മനസ്സിലാവാതിരുന്നോട്ടെ, മനസ്സിലാവുന്ന ആളുകൾ ഇത് ഉപയോഗിക്കാം. അത്രല്ലേ പറയാൻ പറ്റുള്ളൂ. ആണോ? ഇതൊക്കെ പ്രഭു സാറ്, ഇതൊക്കെ വലിയ വലിയ മേഖലയിലുള്ള ആളുകളാണ്. ഇങ്ങനെയുള്ള സവിശേഷത കൊണ്ടാണ് ബയോട്ടോറിയം ഇന്ന് ഇന്ത്യയിൽ ഒരു വലിയ ട്രെൻഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും ബയോട്ടോറിയം ഒരു വലിയ ട്രെൻഡാകുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഇത്ര ഗംഭീരമായ ഒരു പ്രോഡക്റ്റും സംവിധാനമുള്ള ഒരു കമ്പനി, 20 ലക്ഷത്തിലധികം ആളുകൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കമ്പനി നാളുകളിൽ എന്തായാലും 1 കോടിയും 2 കോടിയും ആകുമോ? ഉറപ്പാണത്. കാരണം ഇത് ഉപയോഗിച്ച ആളുകൾ, റിസൾട്ട് കിട്ടിയ ആളുകൾ എന്തായാലും ഇതിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുക തന്നെ ചെയ്യും. ആണല്ലോ, പങ്കുവെക്കൂലേ? അവനൊരു റിസൾട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറയും. ഈ പങ്കുവെക്കലുകൾ വേറൊരാൾക്ക് ഇത് വായിക്കാനുള്ള പ്രചോദനമായിട്ട് മാറുമോ? മാറും. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു സെയിൽ നടക്കും. ആ സെയിൽ നടക്കുമ്പോൾ നമുക്ക് എന്ത് സൃഷ്ടിക്കും? ഒരു പോയിന്റ് അവിടെ സൃഷ്ടിക്കപ്പെടും. നമ്മുടെ കമ്പനി പരസ്യം ചെയ്ത് വിൽപ്പന നടത്തുന്നില്ല. MD പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഉപയോഗിച്ച ആളുകളുടെ വാമൊഴി പരസ്യമാണ് നമ്മുടെ പരസ്യം. പരസ്യത്തിന് വേണ്ടി പൈസ ചെലവാക്കുന്നില്ല, കോടിക്കണക്കിന് ചെലവാക്കുന്നില്ല. അപ്പൊ വാമൊഴി പരസ്യം ആര് ചെയ്യുന്നു? ആരിലൂടെയാണോ കച്ചവടം കമ്പനിക്ക് കിട്ടുന്നത്, അപ്പോ ആ പരസ്യത്തിന് നീക്കി വെച്ച പൈസ ഇവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കും. അതല്ലേ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സംവിധാനം? അതാണ് ബയോട്ടോറിയം ചെയ്യുന്നത്. എന്റെയും നിങ്ങളുടെയും അക്കൗണ്ടിലേക്ക് ചെറുതും വലുതുമായിട്ടുള്ള പൈസ എത്തിക്കലായി കിട്ടാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ നോ പറയണം. ഇന്ന് പല കമ്പനികളും പല ഉൽപ്പന്നങ്ങളും പരസ്യം ചെയ്ത് കോടിക്കണക്കിന് രൂപ പരസ്യക്കാർക്ക്, TV-ക്കാർക്കും, പത്രക്കാർക്കും, സെലിബ്രിറ്റീസിനും കൊടുക്കുന്നില്ലേ? ഉണ്ടോ? നമുക്ക് എന്തെങ്കിലും കിട്ടാറുണ്ടോ? എന്നെ ഇതുവരെ പരസ്യത്തിന് വേണ്ടി ആരും വിളിച്ചിട്ടില്ല. എനിക്ക് എന്തിന്റെ കുറവുള്ളത്? സച്ചിൻ തെണ്ടുൽക്കറിനെ വിളിക്കും. എന്താ കാര്യം? ആള് സെലിബ്രിറ്റിയാണ്. ഞാൻ ആരും അറിയാത്തൊരു വ്യക്തിയാണ്, എന്നെ വിളിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ബയോട്ടോറിയത്തിന്റെ ഒരു ബ്രാൻഡ് അംബാസഡറായി സ്വയം. സാഗർ ജോഷി സാർ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ബ്രാൻഡ് അംബാസഡറായി മാറി. അപ്പൊ കുറെ ആളുകൾ വാങ്ങിച്ചു. അപ്പൊ എന്റെ പരസ്യം കുറെ ആളുകൾ കേട്ടു. ആളുകൾ ഉൽപ്പന്നം വാങ്ങിച്ചപ്പോൾ PV കയറി. അപ്പൊ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു. ആ പൈസയാണ് നമ്മുടെ ഹാപ്പി. ഇതെല്ലാവർക്കും ചെയ്യാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സെലിബ്രിറ്റി ആകാനും ബ്രാൻഡ് അംബാസഡർ ആകാനുള്ള ചാൻസ് ഈ ബയോട്ടോറിയത്തിലുണ്ട്. ഓരോരുത്തർക്കും അതിനുള്ള കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു പാക്കേജ് പർച്ചേസ് ചെയ്യുക, എനി പാക്കേജ് പർച്ചേസ് ചെയ്യുക.
എന്നിട്ട് നമ്മുടെ KYC എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. ആ സമയം മുതൽ നമുക്ക് ബിസിനസ് ചെയ്യാം. ടാർഗറ്റ് ഇല്ല, ബോസ് ഇല്ല, ഏരിയ ബൗണ്ടറി ഇല്ല, ഒരു തരത്തിലുള്ള തലവേദന ഇല്ല. വേണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കാം. ചെയ്താൽ പൈസ കിട്ടും, ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും കിട്ടില്ല. സുഖമായി കടന്നുറങ്ങാം, എന്ത് വേണമെങ്കിലും ഒക്കെ ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്. പൈസ വേണോ വേണ്ടതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. എനിക്ക് പൈസക്ക് വളരെ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ വളരെ ഗംഭീരമായിട്ട് ഇത് ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ അതിൻ്റെതായ വലിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഈ ഓളിനകത്തും എല്ലാ ദിവസവും 10,000 കണക്കിന് രൂപ, 50,000 രൂപയ്ക്ക് ഓരോ ദിവസവും വാങ്ങിക്കുന്ന ആളുകൾ ഈ ഹോളിനകത്തിരിക്കുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റില്ല. ഉണ്ട്, അതാണ് യാഥാർത്ഥ്യം. വിത്ത് എവിഡൻസോട് കൂടി, പ്രൂഫോട് കൂടി നമുക്ക് പറയാൻ പറ്റും. കോടിക്കണക്കിന് രൂപ ഈ പ്രസ്ഥാനത്തിലൂടെ ഈ ഉൽപ്പന്നം ഉപയോഗിച്ച് നല്ലതാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആളുകളോട് പറഞ്ഞു എന്നുള്ള ഒറ്റ കുറ്റം കൊണ്ട് 2 കോടിക്ക് മുകളിലൊക്കെ മേടിച്ച ആളുകൾ ഈ ഹോളിനകത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സംവിധാനമാണിത്. ഇവിടെ നമുക്ക് ഒരു ദിവസത്തിൽ 2 ക്ലോസിംഗ് 2 പേയ്മെന്റും കൊടുക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു മാസത്തിൽ 60 കമ്മീഷൻ കൊടുക്കുന്ന ഒരു കമ്പനി രൂപപ്പെട്ടത്. അത് ഈ ബയോട്ടോറിയമാണ്. ഒരു മാസത്തിൽ 60 പേയ്ഔട്ട്, ഒരു ദിവസത്തിൽ 2 കമ്മീഷൻ നമുക്ക് കിട്ടുന്നു. പല ടൈപ്പ് കമ്മീഷൻ നമുക്കുണ്ട്. അതിലൊന്ന് ഡെയിലി അവയർനെസ് ബോണസ് ആണ്. എന്ന് പറഞ്ഞാൽ ഓരോ പാക്കേജിനും ഓരോ PV ഉണ്ട്. ഈ പാക്കേജ് സിംഗിൾ പാക്കേജ് ആണ്. ഒരു മനുഷ്യന് ഉപയോഗിക്കാം, ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാം. 50 പോയിന്റ് ആണ്. ഒരു ഡബിൾ പാക്കേജ് മേടിച്ചു, അത് 100 പോയിന്റ് ആണ്. സാർ എത്ര മേടിച്ചു? 100. ഫാമിലി പാക്കേജ് ആണ്. ടീച്ചറല്ലേ? ഫാമിലി പാക്കേജ് ആണ്. അപ്പൊ 100 പോയിന്റ്. അപ്പൊ നമ്മൾ ഏതാണോ പാക്കേജ് കൊടുക്കുന്നത് അതിന് പോയിന്റ് ഉണ്ട്. ഇത് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു PVക്ക് 10 രൂപ എന്നുള്ള കണക്കിൽ കിട്ടും. ഉദാഹരണത്തിന് 100 PV മാച്ച് ചെയ്ത് നമുക്ക് 1000 രൂപ കിട്ടും. ക്ലിയർ? ഒരു ചായ കാശ് നമുക്ക് അവിടെ കിട്ടും. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ കൊണ്ടുവന്ന വ്യക്തികളും ഇത് ചെയ്ത് കഴിയുന്ന സമയത്ത് അവരിലൂടെയും PV സൃഷ്ടിക്കപ്പെടും. ഇങ്ങനെ വരുമ്പോൾ അത് അക്യുമുലേറ്റ് ചെയ്യും. ഒരു ക്ലോസിംഗിൽ 1000 PV വരെ മാച്ച് ചെയ്യും. ഒരു ക്ലോസിംഗിൽ 10,000 രൂപ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ദിവസത്തിൽ 20,000 രൂപ വരെ കിട്ടാനുള്ള ചാൻസ് ഏത് കമ്മീഷനുണ്ട്? ഈ അവയർനെസ് ബോണസ് എന്ന് പറയുന്ന ബോണസിനുണ്ട്. ക്ലിയർ? നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ബോണസ് ഉണ്ട്. അതിലൊരു ഒറ്റ ബോണസ് ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ കൂടുതൽ ബോണസുകളെന്ന് പറഞ്ഞ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക, ആവേശം കൊള്ളിക്കുന്നില്ല. പൈസ കയ്യിൽ കിട്ടുന്നതാണ് ഏറ്റവും വലിയ ആവേശം. ആണോ? എന്റെ അക്കൗണ്ടിൽ നിന്ന് രാവിലെ പൈസ വന്നപ്പോൾ ഞാൻ ആവേശഭരിതനാകും. ആവൂലേ? ആകും. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നാൽ നിങ്ങൾ ആവേശഭരിതരാകും. നമ്മുടെ ബയോട്ടോറിയത്തിലൂടെ ചെറുതോ വലുതോ എത്ര ആയാലും വേണ്ടില്ല, കമ്മീഷൻ മേടിച്ച എത്ര ആൾക്കാരുണ്ട്? ഏതെങ്കിലും കമ്മീഷൻ? ഇതാ നോക്കൂ, ഇതാണ് തെളിവ്. ഇതാണ് തെളിവ്. നമ്മുടെ അക്കൗണ്ടിലേക്ക് എന്റെ ക്ലാപ്പിനൊരു ഉഷാറില്ല. ഇത് നമുക്ക് ഒരു ദിവസം 1000 രൂപ മതിയോ, 500 മതിയോ, ഒരു ദിവസം 10,000 വേണോ, അല്ല ഒരു ദിവസം 50,000 വേണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ നെസസറിക്ക് അനുസരിച്ച് ഇരിക്കും എന്നുള്ളതാണ്. ഈ ഫാമിലി ബോണസ് എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ അഡീഷണൽ ബിസിനസ് ചെയ്യേണ്ട, നേരത്തെ പറഞ്ഞ ബിസിനസ് ചെയ്താൽ മതി. ബിക്കോസ് ഇവിടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഒരു ക്ലോസിംഗ് ടൈമിൽ നമ്മുടെ ടീമിലൂടെ ഒരു 100 PV വരികയാണെങ്കിൽ, അങ്ങനെ വേണം നിർബന്ധമൊന്നുമില്ല, വരികയാണെങ്കിൽ നമുക്ക് 1000 രൂപ വേറെ ആദ്യം പറഞ്ഞ ബോണസ് കിട്ടും. അതിന് പുറമെ നമ്മുടെ കമ്പനി 5000 രൂപ കൊടുക്കും ഒരു ക്ലോസിംഗ് ടൈമിൽ ഇത് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ 6000 രൂപ നമുക്ക് കിട്ടുന്നു. ഇന്ത്യയിലെ ഒരു ജോഡി ബിസിനസ് അഥവാ ഒരു പെയർ ബിസിനസ് ചെയ്താൽ 6000 രൂപ കൊടുക്കുന്ന ഒരൊറ്റ കമ്പനിയുള്ളൂ. അത് ഈ ബയോട്ടോറിയമാണ്. അത് 4 മണിക്കൂർ കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ക്ലോസിംഗ് കഴിഞ്ഞ് 4 മണിക്കൂർ കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് INR ആയിട്ട്, വൈറ്റ് മണി ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വരും. എത്ര കോടി വേണമെങ്കിലും മേടിക്കാം, ഒരു ഇടിയും പിന്നാലെ വരില്ല. കാരണം വൈറ്റ് മണിയാണ്, ടാക്സ് അടച്ച പൈസയാണ്. ക്ലിയർ? അത് നമുക്ക് ഉണ്ടാക്കാനുള്ള ചാൻസ് ഇവിടെ ഉണ്ട്. ഇതുകൂടാതെ പെർഫോമൻസ് ബോണസ് 3000 രൂപയുണ്ട്. ഈ 3 ബോണസ് മാത്രം കുട്ടികൾ ഒരു ക്ലോസിംഗിൽ 18,000 രൂപയും ഒരു ദിവസത്തിൽ 36,000 രൂപയും ഉണ്ടാക്കാം. ഇതുകൂടാതെ സർപ്രൈസ് ബോണസ് 50,000 ഉണ്ട്. റീപർച്ചേസിൽ നമുക്കൊരു 3 ബോണസ് വേറെയും ഉണ്ട്. റീപർച്ചേസ് ബോണസ് ഒക്കെ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇതിലൂടെയൊക്കെ വലിയ എമൗണ്ടുകളാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രോഡക്റ്റ് ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. ക്ലിയർ? പ്രോഡക്റ്റ് ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ആളുകൾ വാങ്ങിക്കും. അങ്ങനെ ചെയ്ത് നമ്മുടെ ടീമും കൂടി ചെയ്യുമ്പോൾ വോളിയം കൂടും. അങ്ങനെ വരുമ്പോൾ PVയുടെ അളവ് കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന കമ്മീഷന്റെ അളവും കൂടും. ഇതാണ് ഈ കോടികളായിട്ട് ഇത് കൺവേർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കിട്ടുമോ സാറേ എന്നൊക്കെ പല ആളുകളും ചോദിക്കും. ഇതൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ഇത് സേവ്യർ വെള്ളത്ര, അദ്ദേഹം ഏകദേശം 3 കോടിക്കടുത്തായി കഴിഞ്ഞു. 30 മാസം കൊണ്ട് 3 കോടിക്കടുത്ത് കമ്മീഷൻ ആയി കഴിഞ്ഞു. മുഹമ്മദ് റാഫി സാർ 2,20,00,000 എനിക്കറിയില്ല, അതേപോലെ ഉണ്ട്. എന്നൊക്കെ നേരിട്ട് പറയും. ആയി കഴിഞ്ഞു. ആകെ ചെയ്ത തെറ്റ്, ആകെ ചെയ്ത കുറ്റം, ബയോട്ടോറിയത്തിന്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ചു, റിസൾട്ട് കിട്ടി. ഇത് ആളുകളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ വന്നപ്പോൾ 30 മാസം കൊണ്ട് 2.25 കോടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് സുഖമുണ്ടാകുമോ?
ഉണ്ടാകും, അത് ആർക്കായാലും ഉണ്ടാകും. മുഹമ്മദ് റാഫി സാർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മനോജ് തൃപ്പൂണിത്തറ സാർ ഇവിടെ ഉണ്ടോ? ഇല്ല, അദ്ദേഹം 2 കോടിക്ക് മുകളിൽ വന്ന് വാങ്ങിച്ചു കഴിഞ്ഞു. ഡോക്ടർ സുധീർ സാർ, അദ്ദേഹം 2 കോടിക്ക് മുകളിൽ വാങ്ങിച്ചു കഴിഞ്ഞു. അലയൻസ് ഇന്റർനാഷണൽ 1 കോടിക്ക് മുകളിൽ വാങ്ങിച്ചു കഴിഞ്ഞു. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് അലയൻസ് ഇന്റർനാഷണൽ ഞാനുണ്ട്. അടുത്ത കാലത്തായിട്ട് ബ്രാൻഡ് ന്യൂ കോർപ്പ് ക്ലബ് കഴിഞ്ഞ 15 ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിലുള്ള റെജി സാറും അതുപോലെ LP ജയചന്ദ്രൻ എന്ന് പറയുന്ന ഇവർ 2 പേരും 1 കോടിക്ക് മുകളിൽ കമ്മീഷൻ മേടിച്ചു കഴിഞ്ഞു. 500 രൂപ മുതൽ ലക്ഷക്കണക്കിന് രൂപ മേടിച്ച 10,000 കണക്കിന് ആളുകൾ ഈ കേരളത്തിൽ ബയോട്ടോറിയത്തിലൂടെ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇത് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് ഇതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സൗന്ദര്യാത്മകതകളും നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാണ്, ബോധ്യമാണ്, വിശ്വാസമാണ്. ആ ഒരു പ്രസ്ഥാനത്തിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക, ഇതിന്റെ സത്യം എന്താണെന്ന് ഉൾക്കൊള്ളുക, എന്നിട്ട് അതിന്റെ ഒരു വക്താവായിട്ട് മാറുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഡിസംബർ മാസം 29-ാം തീയതി മഹാരാഷ്ട്രയുടെ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ രമേശ് ബൈസിൽ നിന്ന് നമ്മുടെ കമ്പനിയുടെ MD-ക്ക് വളരെ വിശേഷപ്പെട്ട ഒരു അവാർഡ് കിട്ടുണ്ടായി. ആ അവാർഡിന്റെ പേര് ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദ ഇയർ എന്ന് പറയുന്ന അവാർഡാണ്. ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ യോഗ്യമായ ബ്രാൻഡാണ് ഈ ബയോട്ടോറിയം എന്ന് സാക്ഷ്യപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. നാളുകളിൽ കോടാനുകോടി ജനങ്ങളിലേക്ക് പോകാൻ പോകുന്ന, കോടാനുകോടി ജനങ്ങൾ ഉൾക്കൊള്ളാൻ പോകുന്ന ഒരു വലിയ മഹത്തരമായിട്ടുള്ള ഉൽപ്പന്നത്തിന്റെയും കമ്പനിയുടെയും മുമ്പിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. അതിനെങ്ങനെ വിനിയോഗിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അത് നല്ല രൂപത്തിൽ വിനിയോഗിക്കാനുള്ള ആ ഒരു ബുദ്ധി നമുക്ക് സർവേശ്വരൻ തരട്ടെ. ആ തിരിച്ചറിവിന്റെ ആ യുക്തി നമ്മുടെ തലയിലേക്ക് വരട്ടെ. ആ തിരിച്ചറിവ് കൊണ്ട് ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഈ പ്രസന്റേഷൻ അവസാനിപ്പിക്കുന്നു. ജയ് ബയോട്ടോറിയം. താങ്ക് യു.